നമസ്കാരം. സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. മനസാക്ഷിയെ മരവിപ്പിക്കുന്ന രണ്ട് വാർത്തകളാണ് ഈ പകൽ പുറത്തു വന്നത്. കണ്ണൂർ തളിപ്പറമ്പിലെയും എറണാകുളം അങ്കമാലിയിലെയും രണ്ട് പിഞ്ചു കുഞ്ഞുങ്ങളുടെ മരണം. തളിപ്പറമ്പിൽ സ്വന്തം അമ്മയാണ് 2 മാസം പ്രായമുള്ള കുഞ്ഞിനെ കൊലപ്പെടുത്തിയതെങ്കിൽ അങ്കമാലിയിൽ 6 മാസം പ്രായമുള്ള കുഞ്ഞിനെ കഴുത്തറുത്ത് കൊന്നത് അമ്മൂമ്മയാണ്. എന്താണ് കൊലപാതകത്തിന് കാരണം? മാനസിക പ്രശ്നങ്ങളാണോ ഇരുവരെയും കൊലപാതകത്തിലേക്ക് നയിച്ചത്? ഈ വാർത്തകളാണ് സ്പോട്ട് ലൈവ് ആദ്യം പരിശോധിക്കുന്നത്. ആദ്യം പോകുന്നത് എറണാകുളം അങ്കമാലിയിലേക്കാണ്. അങ്കമാലി കറുകുറ്റിയിൽ പിഞ്ചു കുഞ്ഞിനെ കഴുത്തറുത്ത് കൊന്ന ശേഷം അമ്മൂമ്മ ജീവനൊടുക്കാൻ ശ്രമിച്ചു. കറുകുറ്റി പയ്യപ്പള്ളി സ്വദേശി ആന്റണി റൂത്ത് ദമ്പതികളുടെ മകൾ ഡൽന മരിയ സാറയാണ് മരിച്ചത്. കുഞ്ഞിന്റെ അമ്മയുടെ അമ്മൂമ്മയാണ് വീട്ടിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന കുഞ്ഞിനെ കഴുത്തറുത്തത്. അമ്മൂമ്മയ്ക്ക് മാനസിക ബുദ്ധിമുട്ട് ഉള്ളതായി പറയുന്നുണ്ട്. ഇവരെ മൂക്കന്നൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. പയ്യപ്പള്ളി വീട്ടിൽ റൂത്തിന്റെ മകള് ഡെൽന സാറ മരിയ എന്ന് പറയുന്ന 6 മാസം പ്രായമുള്ള കുഞ്ഞിനെയാണ് ഇന്ന് രാവിലെ കഴുത്ത് മുറിഞ്ഞ് മരിച്ച നിലയിൽ കാണപ്പെട്ടത്. നിലവില് ഹോസ്പിറ്റലാണ് നിൽക്കുന്നത്. ഈ കുട്ടിയുടെ അമ്മൂമ്മയെ ഗുരുതരമായിട്ടുള്ള അവസ്ഥയിൽ അബോധാവസ്ഥയിൽ മൂക്കുനൂർ ഹോസ്പിറ്റലിൽ പ്രവേശിച്ചിരിക്കുകയാണ്. വീട് നിലവില് പോലീസ് സീൽ ചെയ്തു. കുട്ടിയുടെ അപ്പനെയും അപ്പൂപ്പനെയും പോലീസ് സ്റ്റേഷനിൽ ചോദ്യം ചെയ്യാനായിട്ട് കൊണ്ടുപോയിരിക്കുകയാണ്. നിലവിൽ കുട്ടിയുടെ മൃതദേഹം ഇപ്പോഴുള്ളത് കറുകുറ്റിയിലെ അപ്പോളോ ഹോസ്പിറ്റലിലാണ് നിലവിലുള്ളത്. വിശദാംശങ്ങളുമായി ഡാനി ഇപ്പോൾ ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. ഡാനി, ഏറെ ഞെട്ടിപ്പിക്കുന്ന സംഭവമാണ്. 6 മാസം പ്രായമുള്ള കുഞ്ഞിന്റെ മരണം, അതും കഴുത്തറുത്ത് കുഞ്ഞിനെ കൊല്ലുന്നു. അതിനുശേഷം അമ്മൂമ്മ ആത്മഹത്യക്ക് ശ്രമിക്കുന്നു. എന്താണ് സംഭവിച്ചതെന്ന് വ്യക്തമായിട്ടുണ്ടോ ഡാനി? ഇതുവരെയും എന്താണ് ഇവിടെ സംഭവിച്ചത് എന്നത് സംബന്ധിച്ച് ഒരു കൃത്യമായ ഒരു ചിത്രത്തിലേക്ക് വന്നിട്ടില്ല എന്നതാണ് വസ്തുത. കാരണം ഇത് വലിയ ദുരൂഹതകൾ നിലനിൽക്കുന്നു. കുട്ടിയെ അമ്മയോടൊപ്പം തന്നെ ഉറങ്ങാനായിട്ട് കിടത്തി അവർക്കൊപ്പം പോവുകയായിരുന്നു എന്നതാണ് പറഞ്ഞിരുന്നത്. പിന്നീടാണ് ഈ ചോര വാർന്ന നിലയിൽ അവരെ കണ്ടെത്തുകയും ചെയ്തത്. പിന്നീട് ആശുപത്രിയിലേക്ക് എത്തിക്കുന്നു. ആശുപത്രിയിലേക്ക് എത്തിക്കുമ്പോൾ തന്നെ അവിടെ വെച്ച് മരണം സംഭവിക്കുകയായിരുന്നു. കുട്ടിയുടെ അമ്മൂമ്മയെ തന്നെ പിന്നീട് അവരൊരു ആത്മഹത്യാ ശ്രമം കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. അവരൊരു ആത്മഹത്യാ ശ്രമം നടത്തിയിട്ടുമുണ്ട്. ഏതായാലും ഇത് സംബന്ധിച്ച് കൂടുതൽ ഒരു അന്വേഷണം, പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇപ്പോൾ പോലീസ് അന്വേഷണം തുടരുകയാണ്. ഏതായാലും ഇതിൽ കൂടുതൽ വസ്തുതകൾ വ്യക്തമാകേണ്ടതുണ്ട്. പോലീസ് അന്വേഷണം അസ്വാഭാവിക മരണത്തിന് കേസെടുത്തെങ്കിലും അന്വേഷണം അടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോഴും തുടരുകയാണ് കേട്ടോ. ഈ അമ്മൂമ്മയ്ക്ക് മാനസിക ബുദ്ധിമുട്ടുള്ളതായി പറയുന്നുണ്ടല്ലോ. കാരണം അമ്മൂമ്മയുടെ അടുത്താണ് ഈ കുഞ്ഞ് കടന്ന് ഉറങ്ങിയിരുന്നത്. അതിനിടെയാണ് രാവിലെ ഇത്തരം ദാരുണമായ സംഭവങ്ങൾ ഉണ്ടായത്. അമ്മൂമ്മ തന്നെയാണ് കുഞ്ഞിനെ കൊലപ്പെടുത്തുന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരണം. പോലീസ് ഇപ്പോഴും ഇതുമായി ബന്ധപ്പെട്ട് വിശദമായി ഈ കുടുംബാംഗങ്ങളെ ചോദ്യം ചെയ്യുന്നുണ്ട്. എന്താണ് ഈ കുടുംബാംഗങ്ങളെ ചോദ്യം ചെയ്തതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്ന കാര്യം? വ്യക്തമാവുന്നത് ഈ അമ്മൂമ്മ തന്നെ ഇക്കാര്യങ്ങൾ ചെയ്തു. അമ്മൂമ്മയുടെ ഭാഗത്തു നിന്ന് തന്നെയാണ് ഇത് കൃത്യം നടത്തിയിരിക്കുന്നത് എന്ന് തന്നെയാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. കാരണം അമ്മൂമ്മയ്ക്കൊപ്പം തന്നെയാണ് കുട്ടി കിടന്നുറങ്ങിയിരുന്നത്. അമ്മൂമ്മ ഇതിൽ ഒരു മാനസിക അസ്വസ്ഥതകളെല്ലാം തന്നെ നേരത്തെ പ്രകടിപ്പിച്ചിട്ടുള്ള ഒരാൾ തന്നെയാണ്. അവരുടെ ഭാഗത്തു നിന്ന് തന്നെയാണ് ഈ ഒരു കൃത്യം നടന്നിരിക്കുന്നതെന്ന് തന്നെയാണ് പോലീസും പറയുന്നത്. പ്രാഥമികമായ ഒരു ചോദ്യം ചെയ്യലടക്കം തന്നെ പോലീസിന് കാര്യങ്ങൾ പോലീസിന് മനസ്സിലാകുന്നതും ഈ രീതിയിൽ തന്നെയാണ്. അവരുടെ ഭാഗത്തു നിന്നാണ് ഈ ഒരു കൃത്യം നടന്നിരിക്കുന്നത് എന്നതാണ്. ഏതായാലും ഇതിൽ കുറച്ചുകൂടി വിശദാംശങ്ങൾ പുറത്ത് വരേണ്ടതുണ്ട്. അത്തരം കാര്യങ്ങളിൽ പോലീസ് അന്വേഷണം തുടരുകയാണ്. 6 മാസം പ്രായമുള്ള കുഞ്ഞാണ്. ആ കുഞ്ഞിന്റെ കഴുത്തിൽ നിന്ന് ചോര വാർന്ന നിലയിൽ കണ്ടെത്തിയതിനെ തുടർന്നാണ് അവിടേക്ക് എത്തിയവർ ഉടനെ തന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നത്. പക്ഷെ പിന്നീട് മരണം സംഭവിക്കുകയായിരുന്നു. ഏതായാലും ഇക്കാര്യത്തിൽ അന്വേഷണം തുടരുകയാണ്. അമ്മൂമ്മ തന്നെ ഈ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചിരുന്നതായും തന്നെ പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ കുറച്ചുകൂടി വിശദാംശങ്ങൾ വരേണ്ടതുണ്ട്. അന്വേഷണം തുടരുകയാണ്. ടോം, ഡാനി,
ഈ കുഞ്ഞിന്റെ പിതാവ് ആന്റണി ചെല്ലാനം സ്വദേശിയാണ്. പക്ഷെ ഇവർ താമസിച്ചിരുന്നത് കറുകുറ്റിയിലെ കുഞ്ഞിന്റെ അമ്മയുടെ വീട്ടിലെന്നാണ് പറയുന്നത്. എന്തെങ്കിലും കുടുംബാംഗങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ? അതല്ലെങ്കിൽ പെട്ടെന്ന് ഈ രീതിയിൽ ഈ കുഞ്ഞിനെ, പ്രത്യേകിച്ച് ഒരു കൈക്കുഞ്ഞിനെ കൊലപ്പെടുത്താനുള്ള കാരണം, അതിന്റെ പ്രകോപനം എന്തായിരിക്കും? അത്തരം കാര്യങ്ങളിൽ അന്വേഷണം നടത്തേണ്ടിയിരിക്കുന്നു. പോലീസ് പ്രത്യേകിച്ച് ഇപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ പോലീസ് കൂടുതൽ കടന്നൊന്നും പ്രതികരിക്കുന്നില്ല. ഈ അമ്മൂമ്മയ്ക്ക് മാനസിക അസ്വസ്ഥതകൾ ഉള്ളതായിട്ടാണ് പറയപ്പെടുന്നത്. ഇവർ തമ്മിലുള്ള എന്തെങ്കിലും കുടുംബപരമായ പ്രശ്നങ്ങളോ അത്തരം കാര്യങ്ങളിൽ ഈ കുട്ടിയോടൊരു പക തീർക്കേണ്ട രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ പോകുന്നോ അറിയില്ല. അത്തരം കാര്യങ്ങൾ പോലീസ് പരിശോധിച്ച ശേഷം മാത്രമേ പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. കുടുംബപരമായ കാര്യങ്ങളും അത്തരം പശ്ചാത്തലങ്ങളും കാര്യങ്ങളും എല്ലാം തന്നെ പോലീസ് പരിശോധിക്കുകയാണ്. കാരണം ഒരു തീർത്തും കൈക്കുഞ്ഞിനോട് ഇത്തരം ഈ രീതിയിൽ നിഷ്ഠൂരമായ ഒരു കാര്യം ചെയ്യുന്നതിന് കാരണം അത് ഒരുപക്ഷെ ഒരു വലിയ പങ്കും സംശയിക്കപ്പെടുന്നത് ഈ മാനസികാസ്വസ്ഥ തന്നെയാണ്. പക്ഷേ ഈ രീതിയിൽ അവർ പ്രകടമാക്കുന്ന ഒരാളുടെ പക്കൽ ഇങ്ങനെ കുഞ്ഞ് ഉറങ്ങാൻ കിടത്തിയിട്ട് പോവുക എന്നതാണ്. പക്ഷെ പിന്നീട് ഈ കുട്ടിക്ക് ഈ രീതിയിലേക്ക് വലിയ മാരകമായ രീതിയിലേക്ക് മുറിവേൽക്കുന്ന ഒരു കാര്യങ്ങളുണ്ടാകുന്നു. പക്ഷേ കൃത്യമായിട്ട് പോലീസിനെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറച്ചുകൂടി അന്വേഷണം നടത്തിയ ശേഷം പ്രതികരിക്കാമെന്ന രീതിയിലാണ് പോലീസ് പറയുന്നത്. പോലീസ് നിലവിൽ അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അന്വേഷണത്തിലാണ്. ഏതായാലും വൈകാതെ തന്നെ ഇതിന് കൂടുതൽ വിശദാംശങ്ങൾ, എന്ത് കാരണങ്ങൾ കൊണ്ട് എന്താണ് എന്നതടക്കമുള്ള കാരണങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും കുഞ്ഞിനെ കൊലപ്പെടുത്തിയെന്ന് കരുതുന്ന അമ്മൂമ്മയ്ക്ക് മാനസിക പ്രശ്നങ്ങൾ ഉള്ളതായി പറയുന്നുണ്ട്. ഈ രീതിയിൽ അക്രമ സ്വഭാവങ്ങൾ പ്രകടിപ്പിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. ഈ കുഞ്ഞിനെ ഇതിനു മുൻപ് എപ്പോഴെങ്കിലും ഇവർ അപായപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നോ? ഡാനി, ഞാൻ ചോദിച്ചതാണ്, ഇതിനു മുൻപ് എപ്പോഴെങ്കിലും ഈ കുഞ്ഞിനെ അപായപ്പെടുത്താനുള്ള ശ്രമം ഈ അമ്മൂമ്മയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നോ? അതല്ലെങ്കിൽ ഒരു അക്രമ സ്വഭാവങ്ങൾ പ്രകടിപ്പിക്കുന്ന ഒരു വ്യക്തി. സാധാരണ ഈ മാനസിക പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ചില ആളുകൾ അക്രമ സ്വഭാവം പ്രകടിപ്പിക്കാറുണ്ട്. ഈ അമ്മൂമ്മയ്ക്ക്, കുഞ്ഞിന്റെ അമ്മൂമ്മയ്ക്ക് ആ രീതിയിലുള്ളൊരു സ്വഭാവം പ്രകടിപ്പിക്കുന്ന വ്യക്തിയായിരുന്നു അമ്മൂമ്മ? ഇല്ല, അത്തരം കാര്യങ്ങൾ പോലീസ് അന്വേഷിക്കുകയാണ്. കുടുംബാംഗങ്ങളിൽ നിന്ന് തന്നെ അന്വേഷിക്കുകയാണ്. അതായത് ഇവർ ഈ മാനസിക അസ്വസ്ഥങ്ങൾ പ്രകടിപ്പിച്ചിരുന്നു എന്നതാണ് പറയുന്നത്. കുടുംബം തന്നെയും ഈ കുരുന്നിന്റെ വേർപാടിലുള്ള അതിന്റെ ഒരു വല്ലാത്തൊരു ആഘാതത്തിൽ തന്നെയാണ്. അവർക്ക് സംസാരിക്കാൻ കഴിയാവുന്ന രീതിയിലേക്ക്, അതിനോട് ഈ വാർത്തയോട് പൊരുത്തപ്പെടാൻ കഴിയാവുന്ന രീതി, സത്യത്തോട് പൊരുത്തപ്പെടാൻ കഴിയാവുന്ന രീതിയിലേക്കൊന്നും അവരെത്തിയിട്ടില്ല. അത്തരം ഒരു മാനസിക തലത്തിലേക്ക് അവരെത്തിയിട്ടില്ല. അവർ കൂടുതൽ പ്രതികരണത്തിലേക്ക് വരുന്നതേ ഉള്ളൂ. ഏതായാലും ഇത് സംബന്ധിച്ച പോലീസ് ഇപ്പോൾ പറയുന്നൊരു കാര്യം, ഇവർക്ക് ഈ മാനസിക അസ്വസ്ഥങ്ങൾ പ്രകടിപ്പിച്ചിട്ടുണ്ട് എന്നതാണ്. നേരത്തെ ടോം ചോദിച്ചതുപോലെ നേരത്തെ ഇനി ഇതുമായി ബന്ധപ്പെട്ട് ഈ കുട്ടിക്ക് നേരെ ആക്രമണം നടന്നിട്ടുണ്ടോ, അവർ ഉപദ്രവിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യത്തിൽ വെറുതെ അങ്ങ് പറഞ്ഞു പോകാനായിട്ട് സാധിക്കുകയില്ല. അത്തരം കാര്യങ്ങളിൽ പോലീസ് വളരെ കൃത്യമായിട്ട് ഇടപെട്ടുകൊണ്ട് അത്തരം കാര്യങ്ങളിൽ അന്വേഷണം നടത്തേണ്ടതുണ്ട്. ആ കുടുംബാംഗങ്ങൾ തന്നെ ഇത്തരം കാര്യങ്ങൾ വ്യക്തമാക്കേണ്ടതുണ്ട്. അവർ വ്യക്തമാക്കി. കറുകുറ്റിയിലാണ് 6 മാസം പ്രായമുള്ള കുഞ്ഞിനെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കുഞ്ഞിനെ കഴുത്തറുത്ത് അമ്മൂമ്മ കൊലപ്പെടുത്തിയ ശേഷം അവർ ജീവനെടുക്കാൻ ശ്രമിക്കുകയായിരുന്നു എന്നാണ് പറയുന്നത്. കുടുംബാംഗങ്ങളെ വിശദമായി ചോദ്യം ചെയ്യുന്നുണ്ട്. ഇതോടൊപ്പം വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്ത കണ്ണൂർ തളിപ്പറമ്പിൽ നിന്നും ഇന്ന് രാവിലെ കേട്ടിരുന്നു. കണ്ണൂർ കുറുമാത്തൂരിലാണ് 2 മാസം പ്രായമുള്ള കുഞ്ഞിന്റെ മരണം കൊലപാതകമെന്ന് കണ്ടെത്തിയിരിക്കുന്നത്. അമ്മ മുബഷീറയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി തിങ്കളാഴ്ചയാണ് വീട്ടിലെ കിണറ്റിൽ വീണ് കുഞ്ഞ് മരിച്ചത്. ആൾമറയും മൂടിയുമുള്ള കിണറ്റിൽ കുഞ്ഞ് എങ്ങനെ വീണെന്ന അന്വേഷണമാണ് അമ്മയിലേക്ക് എത്തിയത്. വിവരങ്ങളുമായി കണ്ണൂരിൽ നിന്ന് സുമേഷ് മോറാഴ ചേരുന്നുണ്ട്. സുമേഷ്, കഴിഞ്ഞ ദിവസം തന്നെ, അതായത് തിങ്കളാഴ്ച കുഞ്ഞിന്റെ മരണം സംഭവിച്ചപ്പോൾ തന്നെ ചില സംശയങ്ങൾ ഉയർന്നതാണ്. കാരണം ആൾമറയും വില്ലുമുള്ള കിണർ, അതിന് തൊട്ട് സമീപത്ത് കുഞ്ഞിനെ കുളിപ്പിക്കുമ്പോൾ കുഞ്ഞ് കയ്യിൽ നിന്നും വഴുതി കുതറി കിണറ്റിലേക്ക് വീണു എന്നായിരുന്നു അമ്മയുടെ മൊഴി. അമ്മ ബന്ധുക്കളോടും നാട്ടുകാരോടും ഒക്കെ പറഞ്ഞത്. പക്ഷെ അവിടെ തന്നെ ചില സംശയങ്ങൾ തോന്നിയതാണ്. ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടുണ്ടോ? എന്തിനാണ് ഈ കുഞ്ഞിനെ ഈ അമ്മ കൊലപ്പെടുത്തിയെന്ന കാര്യത്തിൽ സ്ഥിരീകരണം വന്നിട്ടുണ്ടോ?
ടോം, ഏതായാലും ബന്ധുക്കളും പോലീസും സംശയിച്ചതുപോലെ തന്നെ ഈ സംഭവം എത്തിയിരിക്കുന്നു. അതായത് കുട്ടിയുടെ മരണം അബദ്ധത്തിൽ സംഭവിച്ചതല്ല, കുട്ടിയെ ഉമ്മ കൊലപ്പെടുത്തിയത് തന്നെയാണെന്നുള്ള സ്ഥിരീകരണത്തിൽ തന്നെയാണ് ഇപ്പോൾ പോലീസ് എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മാതാവ് മുബിഷറയുടെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തി കഴിഞ്ഞു. അത് പോലീസിന്റെ വിദഗ്ധമായ അല്ലെങ്കിൽ വിശദമായ ചോദ്യം ചെയ്യലാണ് ഈ മുബിഷറ, അതായത് കുട്ടിയുടെ മാതാവ്, ഇത് കുറ്റം സമ്മതിച്ചത്. അതായത് ആദ്യം ഈ സംഭവം നടക്കുന്ന അന്ന്, അതായത് കഴിഞ്ഞ തിങ്കളാഴ്ച രാവിലെ 9:30 കൂടിയായിരുന്നു ഈ സംഭവം നടക്കുന്നത്. ഈ സംഭവം നടക്കുന്ന ആ സമയത്ത് ഈ മാതാവ് ബന്ധുക്കളോടും അതുപോലെ തന്നെ നാട്ടുകാരോടും പറഞ്ഞത്, അതായത് കുട്ടിയെ കുളിപ്പിക്കുന്ന സമയം അബദ്ധത്തിൽ കൈ വഴുകുകയും അങ്ങനെ ഈ കിണറിലേക്ക് കുട്ടി വീഴുകയും ചെയ്തു എന്നാണ് മറ്റ് ബന്ധുക്കളോടൊക്കെ ഈ ഉമ്മ പറഞ്ഞിരുന്നത്. എന്നാൽ അന്ന് മുതൽ തന്നെ ഈ സംഭവം നടന്ന അപ്പോൾ തന്നെ എല്ലാവർക്കും ഇതിലൊരു സംശയം ഉണ്ടായിരുന്നു. അതായത് ഈ ആൾമാറിയുള്ള ഒരു കിണറാണ്, അതുപോലെ തന്നെ ഈ ഗ്രില്ലിന്റെ ടോപ്പ്, അതായത് മൂടിയ നിലയിലുള്ള ഒരു കിണറാണ്. ഈ കിണറിലൂടെ ഈ നടക്കാൻ പ്രായം ആകാത്ത കുട്ടി എങ്ങനെ ഇതിന്റെ ഉയരത്തിലൂടെ കുട്ടി താഴേക്ക് വരുന്നു എന്നുള്ള ഒരു സംശയം സ്വാഭാവികമായും എല്ലാവർക്കും ഉണ്ടായിരുന്നു. അത്തരം ഒരു സംശയം തന്നെയായിരുന്നു ഈ പോലീസിന്റെ ഈ ഒരു അന്വേഷണത്തിലും എത്തിപ്പെടാനുള്ള കാരണം. അതായത് എന്തായാലും ഇതൊരാളുടെ സഹായമില്ലാതെ കുട്ടി ഒരു കാരണവശാലും ഈ കിണറിൽ എത്തില്ല എന്ന് തന്നെയായിരുന്നു പോലീസിന്റെ അന്വേഷണത്തിൽ ആദ്യഘട്ടത്തിൽ തന്നെ പോലീസ് എത്തിയിരുന്നത്. പിന്നീടായിരുന്നു ഇതിന് വിശദമായുള്ള ചോദ്യം ചെയ്യൽ കഴിഞ്ഞ ദിവസങ്ങളിൽ, ഇന്നലെ ഉൾപ്പെടെ മാതാവ് മുബിഷറയെ വീട്ടിൽ തന്നെ കസ്റ്റഡിയിൽ എടുത്തുകൊണ്ട് കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യുന്ന രീതി, വനിതാ പോലീസ് ഉൾപ്പെടെ ചോദ്യം ചെയ്യുന്ന രീതിയിലേക്ക് പോലീസ് എത്തി. എന്നാൽ അത്തരം ഒരു സ്ഥിരീകരണത്തിലേക്ക് പോലീസ് എത്താൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴും ഈ മുബിഷറ പറഞ്ഞത്, അല്ല, എന്റെ കൈ വഴുതിക്കൊണ്ട് ഈ കിണറിലേക്ക് വീണു എന്നുള്ളത് തന്നെയാണ്. പക്ഷെ പോലീസിന് അപ്പോഴുണ്ടായ സംശയം പിന്നീടും തുറന്നു നിൽക്കുകയും അതിന്റെ അന്വേഷണത്തിന്റെ ഘട്ടം വേറെ രീതിയിലേക്ക് എത്തിയപ്പോഴാണ് ഈ കുറ്റം സമ്മതിക്കുന്ന രീതിയിലേക്ക് ഈ മുബിഷറ എത്തുന്നത്. അതായത് എന്റെ കൈ വഴുതി കുട്ടി വീണതല്ല, ഞാൻ മനഃപൂർവ്വം. തീർച്ചയായും എന്തായാലും മുബിഷറ കുറ്റം സമ്മതിച്ചിട്ടുണ്ട്. മറ്റ് 2 കുഞ്ഞുങ്ങൾ കൂടി മുബിഷറയ്ക്ക് ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തിനാണ് ഈ കുഞ്ഞിനെ കൊലപ്പെടുത്തിയത്? ഇക്കാര്യത്തെ കുറിച്ച് എന്തെങ്കിലും മുബിഷറ തുറന്നു പറഞ്ഞിട്ടുണ്ടോ? മറ്റേതെങ്കിലും മാനസിക പ്രശ്നമുള്ള വ്യക്തിയാണോ ഇവർ? ടോം, അത്തരം കാര്യങ്ങൾ പോലീസ് കടന്നിട്ടില്ല. സ്വാഭാവികം അത്തരം വിവരങ്ങളും പോലീസ് നൽകുന്നില്ല. ഏതായാലും ഈ സ്ത്രീ പ്രസവത്തിന് ശേഷം, പ്രസവാനന്തരം ഉണ്ടാകുന്ന മാനസിക പ്രശ്നങ്ങൾ ഈ സ്ത്രീ വെല്ലുവിളി നേരിടുന്ന ഒരു സ്ത്രീയാണെന്നാണ് പോലീസ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ അത്തരം ഒരു ഡിപ്രഷനുള്ള സ്ത്രീ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇത്തരം മാനസികമായ പ്രശ്നങ്ങൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. ബന്ധുക്കൾ ഉൾപ്പെടെ അത്തരം കാര്യങ്ങൾ പോലീസിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഇതൊരു കൊലപാതകം ആ രീതിയിലേക്ക്, അതായത് മാനസികമായി സ്ത്രീക്കുണ്ടായ മാനസികമായ പ്രശ്നത്തിന്റെ ഭാഗമായി ഉണ്ടായ ഒരു കൊലപാതകമാണോ എന്നുള്ള കാര്യത്തിലേക്കാണ് ഇപ്പോൾ പോലീസ് എത്തിയിരിക്കുന്നത്. അതായത് ഏതായാലും അത്തരം ഒരു ഘട്ടത്തിലേക്ക് പോലീസിനെ കടക്കേണ്ടതുണ്ട്. സ്വാഭാവികമായും അതിനൊരു വിശദമായ ചോദ്യം ചെയ്യലും ഇനി പോലീസിനെ നടത്തേണ്ടതുണ്ട്. അത്തരം അന്വേഷണത്തിലായിരിക്കും ഇത് എന്താണ് സംഭവിച്ചുള്ള കാര്യം ഈ മുബിഷറ പോലീസിനോട് പറയുക. സ്വാഭാവികമായും അറസ്റ്റ് രേഖപ്പെടുത്തിയ ഉടൻ തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള പ്രൊസീജിയറൊക്കെ നടത്തി, വൈദ്യപരിശോധന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തി കോടതിയിൽ ഹാജരാക്കേണ്ട രീതിയിലാണ് ഇപ്പോൾ പോലീസ് എത്തിയിരിക്കുന്നത്. അല്പസമയത്തിനുള്ളിൽ തന്നെ ഈ മുബിഷറയെ കോടതിയിൽ ഹാജരാക്കും എന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് പറഞ്ഞിരിക്കുന്നത്. ഏതായാലും ഈ ഒരു സുമേഷ് നേരത്തെ സൂചിപ്പിച്ചതല്ല, ഈ പ്രസവാനന്തരമുള്ള മാനസിക പ്രശ്നങ്ങൾ ചില സ്ത്രീകളില് പ്രകടമാകാറുണ്ട്. അതിന്റെ പേരിൽ അതുമായി ബന്ധപ്പെട്ട് ചില കൊലപാതകങ്ങൾ, സ്വന്തം കുഞ്ഞുങ്ങളെ കൊലപ്പെടുത്തുന്ന അമ്മമാരെ കുറിച്ചൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. അതായത് 2 മാസം പ്രായമുള്ള കുഞ്ഞാണ്. ഈ ഒരു കാലയളവിൽ, ഈ പ്രസവത്തിന് ശേഷമുള്ള ഈ 2 മാസ കാലയളവിൽ എപ്പോഴെങ്കിലും മുബിഷറ ഈ രീതിയിലുള്ള മാനസിക വിഭ്രാന്തി കാണിച്ചിട്ടുണ്ടായിരുന്നോ? ടോം, അത്തരം ഒരു മാനസിക വിഭ്രാന്തി ഈ സ്ത്രീയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഈ ബന്ധുക്കൾ ഉൾപ്പെടെ പറയുന്നത്. എന്നാൽ അതിനൊരു വിദഗ്ധമായ ചികിത്സ തേടുന്ന വിധത്തിലേക്ക് ഈ ബന്ധുക്കൾ ഉൾപ്പെടെ കടന്നിട്ടില്ല എന്നാണ് പോലീസും പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ മരണത്തിൽ സ്വാഭാവികമായും നാട്ടുകാരൊക്കെ സംശയിക്കുന്ന രീതിയിൽ കൊലപാതകമാണെങ്കിൽ പോലും അതൊരു ഈ മാനസിക വിഭ്രാന്തിയിൽ ഉണ്ടായ ഒരു കൊലപാതകമായിട്ട് തന്നെയാണ് പോലീസ് ഉൾപ്പെടെയും ഇപ്പോൾ പറയുന്നത്. എന്നാൽ അത് പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു കൊലപാതകമാണ്
കൊലപാതകമാണ് എന്ന രീതിയിലേക്ക് മാത്രമേ കൈകാര്യം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. സ്വാഭാവികമായും ഇതൊരു മനഃപൂർവ്വമുള്ള ഒരു നരഹത്യ തന്നെയാണ്, അതൊരു കൊലപാതകം തന്നെയാണ്. അതുകൊണ്ട് തന്നെ കൊലപാതകം എന്ന രീതിയിലേക്ക് പോലീസ് അതിലും എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം കേസുകളാണ് ഇപ്പോൾ പോലീസ് ചാർജ് ചെയ്തിട്ടുള്ളത്. ഏതായാലും അത്തരം മാനസിക വെല്ലുവിളി ഈ സ്ത്രീ നേരിടുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെ ബന്ധുക്കളും ആ രീതിയിൽ തന്നെയാണ് പോലീസിനോടും ഉൾപ്പെടെ പറഞ്ഞിട്ടുള്ളത്. യെസ്, അങ്ങനെ കുടുംബാംഗങ്ങളുമായി അതല്ലെങ്കിൽ ഈ മാനസിക പ്രശ്നങ്ങൾ അല്ലെങ്കിൽ കുടുംബാംഗങ്ങളുമായി ഭർത്താവുമായോ മറ്റോ മുബഷിർക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ? എന്താണ് ഈ കുടുംബം ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് നൽകിയ മൊഴി? സുമേഷ്. ടോം, അത്തരം ഒരു കുടുംബ പ്രശ്നങ്ങൾ നിലവിൽ ഉള്ള ഒരു കുടുംബമല്ല ഈ കുടുംബം എന്നാണ് പോലീസ് പറയുന്നത്. അത് ഭർത്താവ് ഇവിടെ സ്ഥലത്തില്ല, അതായത് കർണാടകയിൽ ഒരു പച്ചക്കറി വ്യാപാരിയാണ്. എന്നാൽ ഇവർ നല്ല രീതിയിലുള്ള ബന്ധം സ്ഥാപിക്കുന്ന അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള ബന്ധം മുന്നോട്ട് കൊണ്ടുപോകുന്ന കുടുംബമാണ് എന്നാണ് പോലീസ് പറയുന്നത്. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളിലേക്ക് യാതൊരു രീതിയിലേക്കും കടക്കേണ്ടതില്ല എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. സ്വാഭാവികമായി അതുമായി ബന്ധപ്പെട്ട അന്വേഷണം ഉൾപ്പെടെ പോലീസ് ഇതിനകം നടത്തി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ അന്വേഷണത്തിൽ ഒന്നും ഇവർക്കും ഇത്തരം ഒരു പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഈ കൊലപാതകം പോലെയുള്ള ഇതിലേക്ക് മാറേണ്ടതായിട്ടുള്ള അത്ര യാതൊരു പ്രശ്നങ്ങളോ കുടുംബ പ്രശ്നങ്ങളോ ഈ കുടുംബത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് പോലീസും എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്ര ആ അന്വേഷണത്തിലേക്ക് പോലീസ് ഇപ്പോൾ കടന്നിട്ടില്ല. സ്വാഭാവികമായി അത് കസ്റ്റഡിയിൽ ഈ മുബഷിറെ പോലീസ് വാങ്ങിക്കും. ഇതുമായി ബന്ധപ്പെട്ട് ഇനി വിശദമായ ഒരു അന്വേഷണം അല്ലെങ്കിൽ ചോദ്യം ചെയ്യൽ പോലീസ് നടത്തണം. അത്തരം അന്വേഷണത്തിന്റെ ഭാഗമായി ഏതെങ്കിലും രീതിയിൽ ഇത്തരം കാര്യങ്ങളിലേക്ക് വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ പോലീസ് സ്വാഭാവികവും പരിശോധിക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. യെസ്, സുമേഷ് മൊറാളിയാണ് വിവരങ്ങൾ നൽകിയത്. ഏറെ ദൗർഭാഗ്യകരമായ സംഭവമാണ് കണ്ണൂർ തളിപ്പറമ്പിന് സമീപം കുറുമാത്തൂരിൽ ഉണ്ടായത്. 2 മാസം പ്രായമുള്ള കുഞ്ഞിന്റെ മരണത്തിൽ അമ്മ മുബഷിറയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇപ്പോൾ നമുക്കൊപ്പം മനഃശാസ്ത്രജ്ഞ ഡോക്ടർ എൽസി ഉമ്മൻ ചേരുന്നുണ്ട്. ഡോക്ടർ എൽസി ഉമ്മൻ, ഏറെ നടുക്കുന്ന 2 വാർത്തകളാണ് ഈ പകൽ നമുക്ക് കേൾക്കാൻ കഴിഞ്ഞത്. കണ്ണൂരിൽ 2 മാസം പ്രായമുള്ള കുഞ്ഞിനെ കൊലപ്പെടുത്തിയ അമ്മ, എറണാകുളം അങ്കമാലിയിൽ 6 മാസം പ്രായമുള്ള കുഞ്ഞിനെ കഴുത്തു മുറിച്ച് കൊലപ്പെടുത്തിയ അമ്മൂമ്മ. രണ്ടിടത്തും മാനസിക പ്രശ്നങ്ങളാണ് ഈ കൊലപാതകത്തിന് കാരണമെന്ന് പറയുന്നുണ്ട്. പ്രത്യേകിച്ച് ഇത്തരം ഒരിടത്ത്, അതായത് കണ്ണൂരിലെ സംഭവം പ്രസവാനന്തരമുള്ള മാനസിക പ്രശ്നമാണ് ഈ അമ്മയെ കൊലപാതകത്തിലേക്ക് നയിച്ചതെങ്കിൽ ഈ അങ്കമാലിയിൽ കുറേ നാളുകളായി മാനസിക രോഗത്തിന് ചികിത്സയിലായിരുന്ന ഒരു വീട്ടമ്മയാണ് ക്രൂരകൃത്യം ചെയ്തത്. പക്ഷെ ഇതുപോലെ മാനസിക ബുദ്ധിമുട്ടുള്ള ആളുകളുടെ ഇടയിൽ കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ടുവരിക വലിയ ബുദ്ധിമുട്ടാണ്. പക്ഷെ അവരെ മറ്റു നിവൃത്തിയില്ല. എങ്ങനെയാണ് ഈ ഇതുപോലുള്ള സാഹചര്യങ്ങളെ തരണം ചെയ്യാൻ കഴിയുക? പ്രത്യേകിച്ച് ഈ പ്രസവാനന്തരമുള്ള കൊലപാതകങ്ങൾ, പ്രസവാനന്തരമുള്ള സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന ഈ മാനസിക പ്രശ്നങ്ങൾ, അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യേണ്ടതാണ്? ഈ രീതിയിലുള്ള നിരവധി കുഞ്ഞുങ്ങളുടെ മരണങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതല്ലേ? നോക്കൂ, പ്രസവാനന്തര വിഷാദമോ അല്ലെങ്കിൽ പ്രസവാനന്തരത്തിന് ശേഷമുള്ള സൈക്കോസിസോ അത് കാരണം കുട്ടികളെ കൊലപ്പെടുത്തുന്ന ഒരു ഇൻസിഡൻസോ അല്ലെങ്കിൽ പ്രസവവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാതെ ഉള്ള മാനസിക പ്രശ്നം കാരണമുള്ള കൊലപാതകം, ഇതൊക്കെയും തന്നെ നമുക്ക് പ്രിവെന്റബിൾ ആണ് നല്ലൊരു പരിധി വരെ. കാരണം അവര് ഒരു മുന്നറിയിപ്പും നൽകാതെ അല്ലെങ്കിൽ മറ്റ് ലക്ഷണങ്ങളൊന്നും കാണിക്കാതെ പെട്ടെന്ന് ഈ അക്രമമോ അല്ലെ ഒരു കൊലയോ നടത്തത്തില്ല. തീർച്ചയായിട്ടും അതിന് മുൻപേ തന്നെ അവർ പല സൂചനകൾ നൽകിയിട്ടുണ്ടാവണം. അപ്പോൾ ആ സൂചനകൾ ലഭിക്കുന്നതനുസരിച്ച് വേണ്ട വിധം ചികിത്സിക്കുക എന്നുള്ളത് കുടുംബാംഗങ്ങളുടെ ഒരു ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തം നടപ്പാക്കാത്തത് കൊണ്ട് മാത്രമാണ് ഇത്തരം ദൗർഭാഗ്യകരമായിട്ടുള്ള സംഭവങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ആവർത്തിക്കപ്പെടുന്നത്. പ്രസവാനന്തര പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ അവർ കുട്ടിയെ നോക്കാതെ ഇരിക്കുക, അല്ലെങ്കിൽ ഉറങ്ങാതെ ഇരിക്കുക, സംശയം പ്രകടിപ്പിക്കുക, ബിഹേവിയറൽ ഇഷ്യൂസ് ഒരുപാട് കാണിക്കുക. അത് ഏത് തരം മാനസിക പ്രശ്നമാണെന്നുണ്ടെങ്കിലും അത് നമ്മളിപ്പോൾ പോസ്റ്റ്മോർട്ടം പീരീഡുമായിട്ട് കണക്ട് ചെയ്യേണ്ട, പ്രായമുള്ളവർക്കാണെങ്കിലും ചെറുപ്പക്കാർക്കാണെന്നുണ്ടെങ്കിലും വ്യക്തമായ സൂചനകൾ അവർ കൊടുക്കാറുണ്ട്. പ്രത്യേകിച്ചും ഒരു കൊല നടത്തണമെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ ജഡ്ജ്മെന്റ് നഷ്ടപ്പെട്ടിട്ടുണ്ടാവണം. ഒരു പക്ഷേ അവർക്ക് സൈക്കോസിസ് ഉണ്ടായിരിക്കണം. അപ്പോൾ അവർ അശരീരി കേൾക്കും, ചെവിക്കകത്ത് അശരീരി കേൾക്കാൻ സാധ്യതയുണ്ട്. അതായത് ഇന്ന അക്രമം ചെയ്യൂ, അല്ലെങ്കിൽ ഇന്ന ആളിനെ കൊലപ്പെടുത്തൂ, അല്ലെങ്കിൽ ഇന്നത് ചെയ്യൂ എന്ന് പറഞ്ഞ് അവരെ നിയന്ത്രിക്കുന്ന രീതിയിൽ
അവർക്ക് ഓഡിറ്ററി ഹാലുസിനേഷൻസ് വരാനുള്ള ഒരു സാധ്യത ഏറെയാണ്. അപ്പോൾ ആ ഹാലുസിനേഷൻസിന്റെ ഫലമായിട്ട് അവര് അശരീരിയിൽ എന്തു പറയുന്നു അതനുസരിച്ച് അവർ പ്രവർത്തിക്കാനുള്ള സാധ്യത ഏറെയാണ്. അതിപ്പോൾ ഒരാളെ കൊല്ലാനാണെന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്യും, സ്വയം പോയി ആത്മഹത്യ ചെയ്യാനാണെന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്യും, അല്ലെങ്കിൽ ഒരു പക്ഷേ അവർക്ക് മിഥ്യാധാരണ ഉണ്ടാവാം, ഡെല്യൂഷൻ ഉണ്ടാകാം. തൽഫലമായിട്ട് ഈ കുട്ടി ജീവിക്കുന്നത് അനർത്ഥത്തിനിടയാവും, അല്ലെങ്കിൽ അവർക്ക് മറ്റു പ്രശ്നങ്ങൾ ഉണ്ടാകും, അല്ലെങ്കിൽ എന്തെങ്കിലും ഈവിൾ പൊസസ്ഡ് ആയിരിക്കാം ഈ കുട്ടി, അതുകൊണ്ട് അത് ജീവിച്ചിരിക്കുന്നത് ശരിയല്ല. ഇത്തരം മിഥ്യാധാരണകൾ ഉണ്ടാകാം. ഇതൊക്കെ നമ്മൾ സ്ഥിരം OPD-യിൽ കണ്ടുവരുന്ന ലക്ഷണങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ ഇത്തരം ലക്ഷണങ്ങൾ ഉള്ളവർ കുട്ടിയെ അതിക്രമിക്കാനുള്ള സാധ്യത ഏറെയാണ്. അപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ കണ്ടുവരുന്നത് തീരെ നിവൃത്തിയില്ലാത്ത ഒരു ഘട്ടത്തിൽ ഒരു മനോരോഗ വിദഗ്ധനെ കാണും, കണ്ട് ശകലം മരുന്ന് എന്തെങ്കിലും ഒരു കഴിക്കും, അത് കഴിയുമ്പോൾ അവർ നിർത്തിക്കളയാനുള്ള സാധ്യത ഏറെയാണ്. കഴിവതും മരുന്നൊന്നുമില്ലാതെ ഇത് മുന്നോട്ട് കൊണ്ടുപോകാനായിരിക്കും സാധാരണഗതിയിൽ ഒരു മനുഷ്യൻ ശ്രമിക്കാറ്. അവിടെയാണ് ഏറ്റവും ആദ്യം വരുന്ന ഒരു പാകപ്പിഴ. രണ്ടാമത് പറയുന്നത് പാർഷ്യലി ട്രീറ്റഡ് ആയിരിക്കും. പാർഷ്യലി ട്രീറ്റഡ് എന്ന് പറഞ്ഞാൽ തൽക്കാലത്തേക്ക് തീർച്ചയായും ഡോക്ടർ എൽസ്യൂമൻ അങ്ങ് സൂചിപ്പിച്ചതുപോലെ ഈ പ്രസവാനന്തരമുള്ള സ്ത്രീകൾ കാണുന്ന ഈ മാനസിക പ്രശ്നം, അത് ഈ പ്രസവത്തിന് ശേഷം എത്ര കാലയളവ് വരെ, എത്ര മാസങ്ങൾ വരെ, അല്ലെങ്കിൽ അതിനൊരു കൃത്യമായ ഒരു സമയപരിധി ഉണ്ടോ? അതിൽ ചികിത്സിച്ച് മാത്രമേ ഇത് ഭേദപ്പെടുത്താൻ കഴിയുകയുള്ളൂ? മാത്രമല്ല പലപ്പോഴും ഇത്തരം സംഭവങ്ങളിൽ കുടുംബാംഗങ്ങൾക്കിത് തിരിച്ചറിയാൻ, ഈ സ്ത്രീകളിൽ കാണുന്ന ഈ മാനസിക പ്രശ്നങ്ങൾ തിരിച്ചറിയാൻ കുടുംബാംഗങ്ങൾക്ക് കഴിയാതെ പോകുന്നതാണോ ഇതുപോലുള്ള ദാരുണമായ സംഭവങ്ങൾക്ക് കാരണമാകുന്നത്? നോക്കൂ, പ്രസവാനന്തര വ്യതിയാനങ്ങൾ എന്ന് പറയുന്നത് പോസ്റ്റ്മോർട്ടം ബ്ലൂ എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. പോസ്റ്റ്മോർട്ടം ബ്ലൂ എന്ന് പറയുന്നത് ഏകദേശം 80% സ്ത്രീകൾക്ക് പ്രസവാനന്തരം ഉണ്ടാകാവുന്ന മൂഡ് വ്യതിയാനങ്ങളാണ്. ഒരുപക്ഷെ ആദ്യ ഗർഭമാണെങ്കിൽ കുട്ടികളെ എങ്ങനെ നോക്കണമെന്ന് പരിചയമില്ല, എങ്ങനെ സംരക്ഷിക്കണമെന്ന് പരിചയമില്ല, സ്വാഭാവികമായിട്ടും ഉത്കണ്ഠ വരാം. അത് തന്നെയല്ല, വീട്ടിലെ സപ്പോർട്ട് സിസ്റ്റം കുറവാണെന്നുണ്ടെങ്കിൽ ഉത്കണ്ഠയുടെ ആക്കം കൂട്ടാൻ സാധ്യതയുണ്ട്. അതൊക്കെയും സാധാരണഗതിയിൽ തന്നെത്താനെ സബ്സൈഡ് ചെയ്ത് പോകാറുണ്ട്. നല്ല സോഷ്യൽ സപ്പോർട്ട് സിസ്റ്റം വന്നു കഴിയുമ്പോഴോ അല്ലെങ്കിൽ അവർ തന്നെ പഠിച്ചെടുക്കാറുണ്ട്. ആ ഒരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്ത് തന്നെ സബ്സൈഡ് ചെയ്ത് പോകാറുണ്ട്. നേരെ മറിച്ച് ഗുരുതര പ്രശ്നങ്ങൾ, ഇപ്പം പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ ആണെങ്കിലും പോസ്റ്റ്മോർട്ടം സൈക്കോസിസ് ആണെങ്കിലും ഇതൊക്കെയും വളരെ ഗുരുതര പ്രശ്നമാണ്. ഇത് തന്നെ മാറില്ല, ആ തന്നെ മാറും എന്നുള്ളൊരു ചിന്ത വേണ്ട. അത് ഏതെങ്കിലും തരത്തിൽ അച്ഛനോ അമ്മയോ സൈഡിൽ നിന്നും സപ്പോർട്ട് ചെയ്തത് കൊണ്ടോ അല്ലെങ്കിൽ ഒരു കൗൺസിലിംഗ് കൊണ്ടോ അല്ലെങ്കിൽ ഒരു സൈക്കോ തെറപ്പി കൊണ്ടോ ഇത് മാറില്ല. അങ്ങനെ മാറും എന്നുള്ള ധാരണയും മിഥ്യാധാരണ തന്നെയാണ്. ഇത് യഥാക്രമം ചികിത്സിച്ചെങ്കിൽ മാത്രമേ മാറുകയുള്ളൂ. കാരണം എപ്പോഴും നമ്മൾ പറയുന്നതാണ്, പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ ഉണ്ടെങ്കിലോ പോസ്റ്റ്മോർട്ടം സൈക്കോസിസ് ഉണ്ടെങ്കിലോ കുട്ടിയെ കൊലപ്പെടുത്തുകയും സ്വയം ആത്മഹത്യയും ചെയ്യുന്ന റിസ്ക് വളരെയധികം കൂടുതലാണ്. അതുകൊണ്ട് സാധാരണഗതിയിൽ ഇത്തരം അനുഭവങ്ങളുള്ള അല്ലെങ്കിൽ ഇത്തരം പ്രശ്നങ്ങളുള്ള സ്ത്രീകൾ വരുമ്പോൾ നമ്മൾ എപ്പോഴും ഈ ഒരു റിസ്ക്, ഹോമിസൈഡൽ റിസ്ക്കും സൂയിസൈഡൽ റിസ്ക്കും രണ്ടും വോൺ ചെയ്ത് വിടാറുണ്ട്. എന്തൊക്കെ രീതിയിൽ സംരക്ഷണം കൊടുക്കണമെന്ന് കൃത്യമായിട്ട് പറഞ്ഞവരെ മനസ്സിലാക്കാറുണ്ട്. ഇൻഫാക്ട് കുട്ടിയെ അമ്മയുടെ അടുത്ത് ഇരുത്തുന്നത് സേഫ് അല്ല. അതുകൊണ്ട് മുലയൂട്ടിയതിനു ശേഷം കുട്ടിയെ മാറ്റി നിർത്തണം, അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ സൂപ്പർവൈസ് ചെയ്യണം, ഇത്യാദിയുള്ള ഉപദേശങ്ങൾ വരെ നൽകാറുണ്ട്. ആ തരത്തിൽ ടേക്ക് കെയർ ചെയ്യുവാണെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ ഇല്ലാതെയാകും. രണ്ടാമത്തെ കാര്യം, താങ്കൾ ചോദിച്ചത് എത്ര കാലം ഈ ലക്ഷണങ്ങൾ ഉണ്ടാകാം. അത് ഓരോ ഗൈഡ് ലൈൻ അനുസരിച്ചിട്ടാണ്. 3 മാസം മുതൽ 6 മാസം വരെ, ചില ഗൈഡ് ലൈൻ 6 months എന്ന് പറയുന്നു, ചില ഗൈഡ് ലൈൻസ് 3 മാസം എന്ന് പറയുന്നു. എന്ത് തന്നെയാണെന്നുണ്ടെങ്കിൽ ഇതിനുള്ളിൽ തന്നെ ഒരു പ്രകടമായ വ്യതിയാനങ്ങൾ മൂഡിലോ അവരുടെ പ്രവൃത്തിയിലോ അവരുടെ ചിന്താധാരയിലോ അല്ലെങ്കിൽ അവരുടെ ഫംഗ്ഷനിങ് ലെവലിലോ, ഫംഗ്ഷനിങ് ലെവൽ എന്ന് പറയുമ്പോൾ അതിനകത്ത് ഭക്ഷണം കഴിക്കുന്നതും രാത്രി കിടന്ന് ഉറങ്ങുന്നതും കുട്ടിയെ നോക്കുന്നതും അല്ലെങ്കിൽ മറ്റു ജോലിയിൽ വ്യാപൃതരായിരിക്കുന്നതും, ഇൻഫാക്ട് പേഴ്സണൽ ഫംഗ്ഷനിങ് മുതൽ സോഷ്യൽ ഫംഗ്ഷനിങ് വരെ മറ്റുള്ളവരുമായിട്ട് എങ്ങനെയാണ് ഇടപഴകുന്നത്, ഇതെല്ലാം ഈ മേഖലയിലെല്ലാം തന്നെ അവര് പ്രകടമായ വ്യതിയാനങ്ങൾ കാണിക്കുമെന്നുള്ളത് നിസ്തർക്കമാണ്. അപ്പോൾ ഇത്തരം പ്രകടമായ വ്യതിയാനങ്ങൾ കാണിക്കുമ്പോൾ അത് വേണ്ട രീതിയിൽ തന്നെ അത് അഡ്രസ് ചെയ്ത് ചികിത്സിക്കുക എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ടത്. അപ്പോൾ ലക്ഷണങ്ങൾ ഇല്ല എന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും ശരിയല്ല. പ്രത്യേകിച്ചും ഹോമിസൈഡൽ റിസ്ക്കും സൂയിസൈഡൽ റിസ്ക്കും ഉള്ളവർ തീർച്ചയായിട്ടും ലക്ഷണങ്ങൾ കാണിച്ചിരിക്കും. അത് പിക്ക് ചെയ്യണം എന്നുള്ളത് ഒരു സാധാരണഗതിയിൽ, അതായത് ഒരു വ്യക്തി ഇത്രയും കാലം ഈ രീതിയിൽ പെരുമാറി, ഒരു സുപ്രഭാതത്തിൽ ഈ പെരുമാറ്റത്തിന് മാറ്റം വരുന്നു, അല്ലെങ്കിൽ ഇന്ററാക്ഷന് മാറ്റം വരുന്നു, അവർ തനിയെ ഇരുന്ന് സംസാരിക്കുന്നു, അവര് ഭയപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ ആരോ കൊല്ലാൻ വരുന്നു, ഉപദ്രവിക്കാൻ വരുന്നു, ഇത്യാദി ഭയങ്ങൾ അവര് കാണിക്കുന്നു, ഉറങ്ങാതെ ഇരിക്കുന്നു, കുഞ്ഞിനെ വേണ്ടവണ്ണം നോക്കാതെ ഇരിക്കുന്നു. ഇതൊക്കെ പ്രകടമായ മാറ്റങ്ങളല്ലേ? ഇതൊന്നും ഇല്ലാതെ, ഒരു ലക്ഷണവും ഇല്ലാതെ ഒരമ്മയും തന്റെ കുഞ്ഞിനെ കൊന്നുകളയില്ല. ഒരു ലക്ഷണവും ഇല്ലാതെ കുഞ്ഞുങ്ങളോട് എന്തുകൊണ്ടാണ് ഈ രീതിയിൽ അവർ പെരുമാറുന്നത്? കുഞ്ഞുങ്ങളെ എന്തുകൊണ്ടാണ് കൊലപ്പെടുന്നത്? കാരണം മാനസിക പ്രശ്നങ്ങളുള്ള പലരും വീട്ടിൽ ഒരു കുഞ്ഞുണ്ടാകുമ്പോൾ ആ കുഞ്ഞിനെ കൊലപ്പെടുത്തി, അതാണ് നമുക്ക് ഈ അങ്കമാലി കറുകുറ്റിയിലും സംഭവിച്ചതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് അമ്മൂമ്മയ്ക്കൊപ്പം കിടന്നുറങ്ങിയായിരുന്ന 6 വയസ്സുള്ള കുഞ്ഞിനെയാണ് ആ അമ്മൂമ്മ കഴുത്ത് മുറിച്ച് കൊന്നത്. അതിനുശേഷം അവർ
ആത്മഹത്യക്ക് ശ്രമിച്ചു, ഇപ്പോൾ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിലാണ്. അതും ഈ രീതിയിലുള്ള മാനസിക പ്രശ്നം തന്നെയായിരിക്കുമോ ഈ രീതിയിലുള്ള ഒരു ക്രൂരകൃത്യത്തിന് ആ വീട്ടമ്മയെ പ്രേരിപ്പിച്ചതും? തീർച്ചയായിട്ടും അതിനുള്ള സാധ്യതയാണ് ഏറെ ഉള്ളത്. കാരണം ഇതൊരു നമ്മള് മിക്കവാറും എല്ലാ ഇൻസിഡൻസസിലും OP കാണുന്ന ഒരു സാഹചര്യം തന്നെയാണ്. അതായത് കൊലപാതകത്തിന്റെ ഒരു റിസ്ക് ഉണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ഹോമിസൈഡിന്റെ ഒരു റിസ്ക് ഉണ്ട്, ഹോമിസൈഡ് നടത്തിയതിനു ശേഷം സൂയിസൈഡിന്റെ ഒരു റിസ്ക് ഉണ്ട്. അപ്പൊ ഇത് രണ്ടും സാധാരണഗതിയിൽ ഈ സൈക്കോസിസ് പോലുള്ള ഗുരുതര മനോരോഗ പ്രശ്നങ്ങളിൽ അല്ലെങ്കിൽ വിഷാദം മൂർച്ഛിച്ചിട്ട് സിവിയർ ഡിപ്രഷൻ വിത്ത് സൈക്കോട്ടിക് സിംറ്റംസ് എന്നുള്ള തലത്തിലേക്ക് ഉയർന്നു കഴിയുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് മിഥ്യാധാരണകളും അവർക്ക് അശരീരി കേൾക്കുകയും മറ്റ് ഹാലൂസിനേഷൻസും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത ഏറെയാണ്. സാധ്യത മാത്രമല്ല, തീർച്ചയായിട്ടും അത് ഉണ്ടാകും. അപ്പോൾ അതിന്റെ ഫലമായിട്ട് അവര് അറ്റാച്ച് ചെയ്ത് വെച്ചിരിക്കുന്ന ബിലീഫ് സിസ്റ്റം, ചിലപ്പോൾ കൂടെ ഉറങ്ങിയിരിക്കുന്ന കുട്ടിയെ ആയിരിക്കും, ചിലപ്പോൾ അന്നേരമായിരിക്കും അശരീരി കേൾക്കുന്നത് എന്തെങ്കിലും ചെയ്ത് കളയാനായിട്ട്. അപ്പൊ അടുത്ത് ഉറങ്ങുന്നത് കുട്ടിയായിരിക്കും. അത് തന്നെയല്ല, കുട്ടിക്ക് റെസ്പോൺസ് ചെയ്യാൻ, തിരിച്ചടിക്കാനോ തിരിച്ച് പ്രതികരിക്കാനോ ശേഷി കുറവാണ്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം. നേരെ മറിച്ച് മുതിർന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അവരെങ്ങനെയെങ്കിലും ഒരുപക്ഷെ ഓടിപ്പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. കുട്ടികൾക്ക് അങ്ങനെ പ്രതികരിക്കാനുള്ള ശേഷിയില്ലല്ലോ. അപ്പോൾ അതൊരു റീസൺ ആണ്. രണ്ടാമത്തേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രസവാനന്തരം സംഭവിക്കുന്ന എന്താണെന്ന് വെച്ചാൽ അവരുടെ ആ ഡെല്യൂഷൻ, അവരുടെ ഒരു മിഥ്യാധാരണ സാധാരണഗതിയിൽ അവരുടെ പ്രിയപ്പെട്ടവരുമായിട്ട് കണക്ട് ചെയ്താകാനുള്ള സാധ്യത ഏറെയാണ്. അത് തന്നെയല്ല, വിഷാദം മൂർച്ഛിച്ചിട്ടാണെങ്കിൽ ഒരു അമ്മ സ്വാഭാവികമായിട്ട് ചിന്തിക്കുന്നത്, ഞാൻ ആത്മഹത്യ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുട്ടിക്ക് ആരുമില്ലാതെയാവും, കുട്ടി ഒരു ബേർഡനാകും, മറ്റുള്ളവർക്ക് ഒരു ഭാരമാകും. അത് തന്നെയല്ല, കുട്ടിക്കും എന്നെ പോലെ മറ്റു പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള നേരിടാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് കുട്ടിയെ കൊന്നിട്ട് ഞാനങ്ങ് ആത്മഹത്യ ചെയ്ത് കളയാം എന്നുള്ള തരത്തിൽ ചിന്തിക്കുന്ന അമ്മമാരും ഉണ്ട്, പ്രത്യേകിച്ചും വിഷാദം കൂടി കഴിയുമ്പോൾ. അത് തന്നെയല്ല, അവർ പലപ്പോഴും നമ്മൾ ഓർക്കേണ്ടത് ഇവരുടെ ഈ സൈക്കോട്ടിക് സിംറ്റംസ്, അത് ഡെല്യൂഷൻ ആവട്ടെ, അതായത് മിഥ്യാധാരണയാവട്ടെ, അല്ലെങ്കിൽ അശരീരി കേൾക്കുകയോ കാഴ്ചകൾ കാണുകയോ സംശയമോ എന്ത് തന്നെ ആവട്ടെ, അത് അവരുടെ ചുറ്റുവട്ടമുള്ള ആ ഒരു കമ്മ്യൂണിറ്റിയെ ബേസ് ചെയ്താകാനുള്ള സാധ്യതയാണ് ഏറെ. അപ്പോൾ ഏറ്റവും അടുത്ത ഒരു കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും കുഞ്ഞു തന്നെയായിരിക്കും. പ്രത്യേകിച്ചും പ്രസവിച്ച് കിടക്കുന്ന ഒരു അമ്മയ്ക്കോ അല്ലെങ്കിൽ ചെറുമകനെയോ മകളെ ശുശ്രൂഷിക്കുന്ന ടേക്ക് കെയർ ചെയ്യുന്ന ഒരു മുത്തശ്ശിക്കോ. അപ്പം ആ ഇമ്മീഡിയറ്റ് ഇതിൽ വരുന്ന ആ ഒരു കമ്മ്യൂണിറ്റിയിൽ വരുന്ന ആ ആളുമായിട്ട് ലിങ്ക് ചെയ്തായിരിക്കും അവരുടെ സൈക്കോട്ടിക് പ്രോസസ്സ് തലച്ചോറിൽ നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ കുട്ടികൾക്ക് നേരെയുള്ള അതിക്രമം കൂടാനാണ് സാധ്യത. പിന്നെ ഞാൻ മുന്നേ സൂചിപ്പിച്ചതുപോലെ കുട്ടികൾക്ക് പ്രതികരണശേഷിയില്ല. അപ്പോൾ ആ തരത്തിൽ അവർ പ്രതികരിക്കത്തുമില്ല. അപ്പോൾ ഇതിന് ബലിയാടാകാനുള്ള ഒരു സാധ്യത കുട്ടി എന്നുള്ള നിലയിലും ഏറെയാണ്. എന്ത് തന്നെയാണെങ്കിൽ ഇതൊക്കെ ഈ രണ്ട് ഇൻസിഡൻസസും വേണ്ട രീതിയിൽ അതിനെ അഡ്രസ്സ് ചെയ്തിരുന്നെങ്കിൽ, അല്ലെങ്കിൽ പെരുമാറ്റ പ്രശ്നങ്ങളെ യഥാക്രമം ചികിത്സിച്ചിരുന്നെങ്കിൽ ഇത് നമുക്ക് തീർച്ചയായിട്ടും ഒഴിവാക്കാമായിരുന്ന സംഗതിയാണ്. കാരണം മനോരോഗം വന്നു എന്ന് കണ്ട് നാളെ ഒരു കൊലപാതകമോ അല്ലെങ്കിൽ ഡോക്ടർ എൽസി ഉമ്മൻ ആണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ആശയങ്ങൾ പങ്കുവച്ചത്, അഭിപ്രായങ്ങൾ പങ്കുവച്ചത്. വളരെയധികം നന്ദി ഡോക്ടർ എൽസി ഉമ്മൻ. അങ്ങ് സൂചിപ്പിച്ചതുപോലെ ഒരു കൃത്യമായ ഈ മാനസിക പ്രശ്നം തിരിച്ചറിഞ്ഞൊരു ചികിത്സ നൽകിയിരുന്നുവെങ്കിൽ ഇതുപോലുള്ള ദാരുണമായ സംഭവങ്ങൾ ഒഴിവാക്കാമായിരുന്നു എന്നാണ് പറയുന്നത്. ഒരുപക്ഷെ പ്രസവാനന്തരം പല സ്ത്രീകളിലും ഉണ്ടാകുന്ന പ്രശ്നമാണിത്. ഇതുപോലുള്ള മാനസിക ബുദ്ധിമുട്ടുകൾ, അക്രമ സ്വഭാവങ്ങൾ അത് തിരിച്ചറിഞ്ഞ് ചികിത്സിക്കാനുള്ള കൃത്യമായ ഇടപെടലുകൾ കുടുംബാംഗങ്ങളുടെ ഭാഗത്തു നിന്നാണ് ഉണ്ടാകേണ്ടത്. സ്പോട്ട് ലൈവിലേക്ക് തിരികെ എത്താം ഇടവേള കഴിഞ്ഞ്. ഒരു മാധ്യമ പ്രവർത്തക എന്ന നിലയ്ക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കൈകാര്യം ചെയ്യേണ്ടി വരുന്നത് ലഹരിയുമായി ബന്ധപ്പെട്ട വാർത്തകളാണ്. കൊച്ചുകുട്ടികൾ മുതൽ യുവാക്കൾ വരെ എല്ലാവരും ഉൾപ്പെട്ടിരിക്കുന്ന ലഹരിയുടെ ഒരു വല. എന്താണ് നമ്മുടെ യുവതലമുറയ്ക്ക് സംഭവിക്കുന്നത്? സ്പോട്ട് ലൈവ് തുടരുന്നു. വിയൂരിൽ നിന്നും തടവുകാരൻ ബാലമുരുകൻ രക്ഷപ്പെട്ടതിൽ തമിഴ്നാട് പോലീസിന് വൻ വീഴ്ച. ആലത്തൂരിലെ ഹോട്ടലിൽ നിന്നും ഭക്ഷണം കഴിച്ച് കൈവിലങ്ങില്ലാതെ പുറത്തേക്കിറങ്ങുന്ന ദൃശ്യങ്ങൾ ന്യൂസ് 18 ലഭിച്ചു. ബാലമുരുകനായി അന്വേഷണം ഊർജിതമാണ്. വിവരങ്ങളുമായി ആജ്ഞ രവീന്ദ്രൻ ചേർന്നുണ്ട്. ആജ്ഞ, ഈ ബാലമുരുകൻ പോലീസിന്റെ കസ്റ്റഡിയിൽ നിന്നും രക്ഷപ്പെട്ടിട്ട് 24 മണിക്കൂർ പിന്നിടുന്നു. പക്ഷെ ഇതുവരെയും യാതൊരു സൂചനയുമില്ല. ഇവിടെ തമിഴ്നാട് പോലീസിന്റെ ഭാഗത്തുനിന്നും വൻ വീഴ്ച ഉണ്ടായതായി അതിന്റെ കൃത്യമായ വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. CCTV ദൃശ്യങ്ങളിൽ അത് വ്യക്തമാണ്. പക്ഷെ ഈ തമിഴ്നാട് പോലീസ് ബാലമുരുകന് രക്ഷപ്പെടാനുള്ള സാഹചര്യം ഒരുക്കുകയായിരുന്നോ? അത്തരമൊരു സംശയം കേരള പോലീസിനുണ്ടോ?
നിരവധി വിമർശനമാണ് ടോം ഇപ്പോൾ തമിഴ്നാട് പോലീസിനെതിരെയുള്ളത്. പ്രത്യേകിച്ചും നമുക്ക് CCTV ദൃശ്യങ്ങൾ കണ്ടാൽ അറിയാം. കാരണം ബാലമുരുകനെ അവിടെ വളരെ ഈസി ആയിട്ട് അവിടെ നടക്കുന്നു. അതല്ലെങ്കിൽ ഒരു തരത്തിലുള്ള ശ്രദ്ധയുമില്ലാതെ തമിഴ്നാട് പോലീസിന്റെ ഒപ്പം അദ്ദേഹം ഭക്ഷണം കഴിക്കാൻ അവിടെ എത്തുന്നു. ഒരു തരത്തിൽ ഉള്ള സുരക്ഷാ സംവിധാനങ്ങളും ഒരുക്കിയിട്ടില്ല. അതേസമയം ഭക്ഷണം കഴിക്കുമ്പോൾ സാധാരണ പ്രതികളുടെ കയ്യിലെ വിലങ്ങുകൾ മാറ്റാറുണ്ട്. പക്ഷെ അവരുടെ മേലൊരു കണ്ണുണ്ടാകും. പ്രത്യേകിച്ചും ഇത്തരത്തിൽ ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരാൾ ഈ 54 കേസുകൾ പ്രതി, നിരവധി കൊലക്കേസുകൾ പ്രതി, കൊലക്കേസ് ഉൾപ്പെടെ 54 കേസുകൾ, ഇത്തരത്തിലുള്ള ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ള ആൾ, മുൻപും ജയിൽ ചാട്ടത്തിന് തയ്യാറായിട്ടുള്ള ആൾ, ഇത്തരം സാഹചര്യങ്ങളൊക്കെ പരിഗണിക്കുമ്പോൾ ബാലമുരുകൻ ഏത് സമയത്തും അവരുടെ കണ്ണുവെട്ടിച്ച് എസ്കേപ്പ് ആകാമെന്നുള്ള ഒരു ധാരണ, ഒരു മുൻവിധി ഉണ്ടാകേണ്ടതാണ്. അതൊന്നും കാണാതെ ഒരു തരത്തിലുള്ള സംവിധാനങ്ങളും ഇല്ലാതെ വളരെ ഈസിയായിട്ട്, വളരെ നിസ്സാരമായിട്ട് ആ റെസ്റ്റോറൻറ്റിൽ നടന്നു പോകുന്നതാണ് നമുക്ക് കാണാം. ബാലമുരുകൻ മുണ്ടുമാടി കുത്തുന്നു, അതിന്റെ പിന്നാലെ ഈ പോലീസുകാർ വരുന്നു. അങ്ങനെ വളരെ ഏതോ ഒരാളാണ് ബാലമുരുകൻ, ആ ആൾക്കൂട്ടത്തിൽ ഒരാൾ പോലെയാണ് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുക. ഇത്തരത്തിൽ ആലത്തൂര് വെച്ചിട്ട് കൈവിലങ്ങ, ഭക്ഷണം കഴിക്കാൻ വേണ്ടി കൈവിലങ്ങ് അഴിച്ചതാണ്. അതിനുശേഷം കൈവിലങ്ങ് അണിയിച്ചിട്ടുമില്ല. ആലത്തൂർ നിന്ന് വിയ്യൂരിലേക്ക് നല്ല ദൂരമുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ എന്തുകൊണ്ടാണ് അതായത് ജയിലിന്റെ അടുത്ത് എത്തിക്കുന്നത് വരെ ഇദ്ദേഹത്തെ ശുചിമുറിയിൽ കൊണ്ടുപോകുന്ന കാര്യത്തെ പറ്റിയോ അതല്ലെങ്കിൽ അത് ആവശ്യപ്പെടുകയോ ചെയ്തിരുന്നില്ല. അതേസമയം ജയിലിന്റെ അടുത്ത് എത്തിയപ്പോൾ ബാലമുരുകൻ ശുചിമുറിയിൽ പോകാൻ ആവശ്യപ്പെടുകയും അവിടെ നിർത്തിക്കൊടുക്കുമ്പോൾ ഒരു പോലീസുകാരൻ മാത്രമാണ് ബാലമുരുകന് എസ്കോർട്ട് പോകുന്നത്. അതേസമയം ആ ഒരു സാഹചര്യത്തിൽ തന്നെ ബാലമുരുകൻ രക്ഷപ്പെട്ടു. ജയിൽ വളപ്പിലേക്ക് എടുത്തു ചാടിയെന്നാണ് തമിഴ്നാട് പോലീസ് പറഞ്ഞത്. പക്ഷെ അതിനുശേഷം ബാലമുരുകൻ മോഷ്ടിച്ചതാണോ എന്നറിയാത്ത ഒരു സൈക്കിളിൽ ബാലമുരുകനെ കണ്ടിരുന്നു. പോലീസിന്റെ മുന്നിൽ തന്നെ വന്നുപെടുകയും ആ സൈക്കിൾ അവിടെ ഉപേക്ഷിച്ചിട്ട് രക്ഷപ്പെട്ടു പോവുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. അത് തൊട്ടടുത്ത് റെയിൽവേ ട്രാക്കുണ്ട്. ഏതെങ്കിലും ട്രെയിനിൽ കയറി രക്ഷപ്പെട്ടതാണോ അതല്ലെങ്കിൽ ഹൈവേ ഉണ്ട്, ഹൈവേയിലെ കൂടി വന്നിട്ടുള്ള ഏതെങ്കിലും വാഹനത്തിൽ കയറി രക്ഷപ്പെട്ടതാണോ? എന്നിരുന്നാലും നേരത്തെ തന്നെ ഇത്തരം രക്ഷപ്പെടൽ സാഹചര്യങ്ങളൊക്കെ അല്ലെങ്കിൽ ഇത്തരം സിറ്റുവേഷനൊക്കെ കടന്നുപോയിട്ടുള്ള ആളാണ്. കഴിഞ്ഞ വർഷം ഇതേ സമയം തന്നെ ബാലമുരുകൻ ജയിൽ ചാടിയിരുന്ന സാഹചര്യമുണ്ട്. അങ്ങനെയുള്ള ഒരാളെ കൊണ്ടുവരുന്നതും കൊണ്ടുപോകുന്നതുമായി ബന്ധപ്പെട്ടുള്ള സുരക്ഷാ സംവിധാനങ്ങൾ, സുരക്ഷാ ക്രമീകരണങ്ങൾ ഒന്നും തമിഴ്നാട് പോലീസ് പാലിച്ചിട്ടില്ല എന്നുള്ള കാര്യമാണ്. ടോം സൂചിപ്പിച്ചതുപോലെ ബാലമുരുകന് രക്ഷപ്പെടാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുകയായിരുന്നു തമിഴ്നാട് പോലീസ് എന്നുള്ള കാര്യവും സംശയമുണ്ട്. പ്രത്യേകിച്ചും ബാലമുരുകന്റെ പല കേസുകളും തമിഴ്നാട്ടിലും കേരളത്തിലുമായിട്ടുള്ളത് കൊണ്ടും വിയ്യൂരിൽ സുരക്ഷാ സംവിധാനത്തിലാണ് ജയിലിൽ ഇത്രയധികം സമയം പിന്നിടുകയാണ് ബാലമുരുകൻ രക്ഷപ്പെട്ടിട്ട്. തുടക്കത്തിലുണ്ടായിരുന്ന സംശയം വിയ്യൂരിലും സമീപ പ്രദേശങ്ങളിലുമായി ബാലമുരുകൻ ഉണ്ടാകാം, അവിടെ എവിടെയെങ്കിലും ഒളിച്ചിരിക്കുന്നുണ്ടാകാമെന്നാണ്. പക്ഷേ ഇത്രയും സമയം പിന്നിടുന്ന സാഹചര്യത്തിൽ ഇയാൾ സംസ്ഥാനം വിടാനുള്ളൊരു സാധ്യതയുണ്ടോ? സാധ്യത കൂടിയാണ് ടോം കേരള പോലീസ് പറയുന്നത്. കാരണം പ്രത്യേകിച്ചും ബാലമുരുകൻ സൈക്കിൾ ഉപേക്ഷിച്ചിട്ട് പോയിട്ടുള്ള സമീപ പ്രദേശ റെയിൽവേ ട്രാക്കുണ്ട്, അതുപോലെ തന്നെ ഹൈവേയുമുണ്ട്. ഹൈവേയിലൂടെ വരുന്ന വാഹനങ്ങളിൽ ഏതെങ്കിലും വാഹനങ്ങൾ വന്നാൽ അതിൽ കൈ കാണിച്ച് കയറി പോകാനുള്ള സാഹചര്യമുണ്ട്. അതുപോലെ തന്നെ റെയിൽവേ ട്രാക്ക് അടുത്ത് തന്നെ ട്രെയിനിൽ കയറി പോകാനുള്ള സാഹചര്യമുണ്ട്. അങ്ങനെ രക്ഷപ്പെട്ടതാകാമെന്നൊരു അനുമാനം കൂടി പോലീസിനുണ്ട്. എന്നിരുന്നാലും ഇന്നലെ ബാലമുരുകന്റെ ചെരുപ്പ് ജയിൽ വളപ്പിൽ കണ്ടെത്തിയ സാഹചര്യത്തിലാണ് ഡോഗ് സ്ക്വാഡിനെ കൂടി അന്വേഷണ സംഘത്തിൽ ഉൾപ്പെടുത്തി പരിശോധന നടത്തിയിരുന്നത്. പക്ഷേ ആ ചെരുപ്പ് അത് ബാലമുരുകൻ കഴിഞ്ഞ 6 വർഷമായി പാർപ്പിച്ചിരുന്ന ബാലമുരുകനെ പാർപ്പിച്ചിരുന്ന അല്ലെങ്കിൽ അയാൾ കഴിഞ്ഞ 6 വർഷമായി താമസിച്ചു പോരുന്ന ജയിൽ വളപ്പാണ്. ഇതിൽ കഴിഞ്ഞ 2 വർഷമാണ്, അതായത് 2023 മുതലാണ് ബാലമുരുകനെ അതിസുരക്ഷാ വിഭാഗത്തിലേക്ക് മാറ്റി ആ ജയിലിലേക്ക് മാറ്റുന്നത്. കഴിഞ്ഞ 2 വർഷം മുൻപാണ്. അതിനു മുൻപും ഈ ജയിൽ വളപ്പ് എന്താണെന്നും അതിനടുത്ത് രക്ഷപ്പെടാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടോ എന്നും വളരെ കൃത്യമായി അറിയാവുന്ന ഒരാളാണ്. ജയിൽ വളപ്പിനുള്ളിലേക്ക് എടുത്തു ചാടി എന്ന് പറയുമ്പോൾ ജയിൽ വളപ്പിനുള്ളിൽ തന്നെ ബാലമുരുകൻ ഉണ്ട് എന്നുള്ളൊരു ആംബിയൻസും അത് പ്രത്യേകിച്ചും പോലീസിന്റെ അന്വേഷണം അവിടെ തന്നെ ചുറ്റിപ്പറ്റി നിൽക്കാൻ വേണ്ടിയിട്ടുമുള്ള ഒരു ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ആംബിയൻസ് മാത്രമാണ് എന്നുള്ളൊരു സംശയം കൂടി കേരള പോലീസിനുണ്ട്. എന്തായാലും CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചു വരികയാണ്. അതിൽ നിന്നും ലഭിച്ച ദൃശ്യമാണ് നമ്മൾ അല്പം മുമ്പ് കണ്ടത്. ആലത്തൂര് ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ എത്തിയപ്പോൾ യാതൊരു തരത്തിലുള്ള ഈ ബാലമുരുകൻ ഒരു കൊടും കുറ്റവാളിയാണ്. 5 കൊലക്കേസിലെ പ്രതിയാണ്. കേരളത്തിലും തമിഴ്നാട്ടിലുമായി 53ഓളം കേസുകളിലെ കൊലപാതകം, വധശ്രമം അടക്കം 53ഓളം കേസുകളിലെ പ്രതി, ഒരു സ്ത്രീയെ വകവരുത്തിയതടക്കമുള്ള കേസുകളിലെ പ്രതിയാണ്. അപകടകാരിയാണെന്ന് പോലീസ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഇയാളെ പിടികൂടാൻ കഴിഞ്ഞില്ലെങ്കിൽ സാധാരണഗതിയിൽ ഇയാളുടെ ഒരു സ്വഭാവം ജയിലിൽ നിന്നും പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഇയാൾക്കെതിരെ സാക്ഷിമൊഴി നൽകുന്നവരെ, കോടതിയിൽ സാക്ഷിമൊഴി നൽകുന്നവരെ അപായപ്പെടുത്താൻ പോലും മടിക്കാത്തൊരു സ്വഭാവമുള്ള വ്യക്തിയാണ്. അങ്ങനെയെങ്കിൽ എത്രത്തോളം സൂക്ഷിക്കണം? കാരണം ഇയാൾ പുറത്തിറങ്ങി നിൽക്കുന്നത് എത്രത്തോളം അപകടകരമാണ്. അത്
അതുതന്നെയാണ് ടോം, ഈ പോലീസിന്റെ ആശങ്കയും അതുതന്നെയാണ്. പ്രത്യേകിച്ചും ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഒരു സ്ത്രീയെ, അതായത് തനിക്കെതിരെ സാക്ഷി പറഞ്ഞൊരു സ്ത്രീയെ വകവരുത്തിയ ഒരു ചരിത്രം കൂടി ബാലമുരുകൻ ഉണ്ട്. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ തനിക്കെതിരെ സാക്ഷി പറഞ്ഞ ആളുകളോ അതല്ലെങ്കിൽ തനിക്ക് വ്യക്തിവൈരാഗ്യമുള്ള ആളുകളോടോ ശത്രുതയുള്ള ആളുകളോടോ ആളുകൾക്കൊക്കെ ഉപദ്രവം ഉണ്ടാക്കാനുള്ള സാധ്യതയേറെയാണ്. അല്ലാതെ തന്നെ വലിയ ക്രിമിനലാണ് അയാൾ. അതുകൊണ്ട് തന്നെ ഇയാൾ രക്ഷപ്പെട്ട സാഹചര്യം അങ്ങേയറ്റം ശ്രദ്ധാപൂർവമാണ് പോലീസ് നിരീക്ഷിക്കുന്നതും വലിയ സുരക്ഷാ വീഴ്ച ഉണ്ടായി എന്നുള്ള വിലയിരുത്തൽ തന്നെയാണ്. പ്രത്യേകിച്ചും ബാലമുരുകൻ എന്ന് പറയുന്ന കൊടും ക്രിമിനലിനെ കൊണ്ടുവരാൻ തിരികെ, അതായത് തമിഴ്നാട്ടിലേക്ക് മറ്റൊരു കേസുമായിട്ട് ബന്ധപ്പെട്ട വിചാരണയ്ക്കാണ് ബാലമുരുകനെ വിയ്യൂരിൽ നിന്ന് കൊണ്ടുപോകുന്നത്. അത് മിനിയാന്ന് വൈകുന്നേരം 9:45 കൊണ്ടുവരാം. അതായത് ഞായറാഴ്ചയായിരുന്നു കൊണ്ടുപോയിരുന്നത്. മിനിയാന്ന് വൈകുന്നേരം 9:45 തിരിച്ച് വിയ്യൂർ ജയിലിൽ എത്തിക്കാം എന്നുള്ള കണ്ടീഷനിലായിരുന്നു പോലീസ് കൊണ്ടുപോയിരുന്നത്, തമിഴ്നാട് പോലീസ് കൊണ്ടുപോയിരുന്നത്. അത് തിരിച്ചെത്തിക്കുമ്പോൾ ഉണ്ടായ വീഴ്ചയിലാണ് ബാലമുരുകൻ രക്ഷപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. പക്ഷേ ഇതുവരെയും ബാലമുരുകൻ എവിടെയെന്ന് കണ്ടെത്താനോ അതല്ലെങ്കിൽ അയാളുമായി ബന്ധപ്പെട്ടിട്ടുള്ള വേഷം മാറാൻ സാധ്യതകളൊക്കെ കണക്കിലെടുത്തുകൊണ്ടും അദ്ദേഹത്തിന്റെ ചിത്രം പ്രചരിപ്പിച്ച ശേഷവും ഒക്കെ ഇപ്പോഴുള്ള നിലവിൽ ബാലമുരുകൻ ഏത് ഇതിലാണ്, ഏത് രൂപത്തിലാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ വ്യക്തമാക്കിക്കൊണ്ട് പോലീസ് ചിത്രങ്ങളൊക്കെ പ്രചരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പോലും അയാൾ എവിടെയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു വ്യക്തതയും കേരള പോലീസിനില്ല. അതേസമയം തമിഴ്നാട് പോലീസിന് ഇക്കാര്യത്തിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്ന് വ്യക്തമാക്കുന്നുമുണ്ട് കേരള പോലീസ്. കേട്ടോ, ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. കൊല്ലത്ത് സ്വകാര്യ ബസിന്റെ മത്സരയോട്ടത്തിൽ സ്കൂട്ടർ യാത്രികന് ദാരുണാന്ത്യം. കൊല്ലം തേവലക്കര കല്ലുംപുറത്ത് ജംഗ്ഷനിലാണ് സ്വകാര്യ ബസ്സിടിച്ച് സ്കൂട്ടർ യാത്രികൻ മരിച്ചത്. തേവലക്കര സ്വദേശി 65-കാരനായ അബ്ദുൽ മുത്തലിഫിനാണ് ജീവൻ നഷ്ടമായത്. ഒരേ ദിശയിൽ പോവുകയായിരുന്ന സ്കൂട്ടറിനെ ബസ് മറികടക്കുമ്പോഴായിരുന്നു അപകടം. കൊല്ലത്തുനിന്ന് എസ് വിനീഷ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. വിനീഷ്, ഈ സ്വകാര്യ ബസ്സുകളുടെ മത്സരയോട്ടം നിരവധി മനുഷ്യരുടെ ജീവൻ എടുത്തിട്ടുണ്ട്. ഇവിടെ ദൃശ്യങ്ങളിൽ വളരെ വ്യക്തമാണ് അമിത വേഗതയിലായിരുന്നു ബസ് എന്ന്. എപ്പോഴായിരുന്നു സംഭവം? എന്താണ് ഈ അപകടത്തിന് കാരണമായത്? വിനീഷ്, എന്താണ് ഈ അപകടത്തിന് കാരണമായത്? എപ്പോഴായിരുന്നു സംഭവം? ടോം, ഇന്ന് ഒരു 8 മണിയോട് കൂടിയാണ് ഈ ദൃശ്യങ്ങൾ കാണുന്ന ഈ സംഭവത്തിന് ആസ്പദം ഉണ്ടായത്. ഇരുവരും ഒരുമിച്ചാണ് ജോലി ചെയ്തിരുന്നത്. ഇവർ കൺസ്ട്രക്ഷൻ വർക്കുമായി ബന്ധപ്പെട്ട് രാവിലെ ജോലിക്കായിട്ട് പോവുകയായിരുന്നു. സ്കൂട്ടറിൽ പോയപ്പോഴാണ് അമിത വേഗതയിൽ വന്ന സഹതന്ന ഒരു പ്രൈവറ്റ് ബസ് ഇവരെ ഇടിച്ച് തെറിപ്പിച്ചത്. ദൃശ്യങ്ങൾ തന്നെ വ്യക്തമാണ്. ഇതിന്റെ പിന്നിലിരുന്ന ആൾക്കാണ് തൽക്ഷണം മരണം സംഭവിച്ചത്. രാജേന്ദ്രൻ പിള്ളയാണ് ദൃശ്യങ്ങൾ കാണുന്ന, എഴുന്നേറ്റ് നിൽക്കുന്നതായി കാണാൻ കഴിയും. നിസ്സാര പരിക്കാണ് അയാൾക്ക് ഏറ്റത്. പക്ഷെ ഈ വാഹനം നിർത്താതെ കടന്നു പോവുകയും ചെയ്തു. ഇതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉയർന്നു വരുന്ന സാഹചര്യമുണ്ട്. കാരണം സമാനമായ കേസുകൾ മുൻപും ഉണ്ടായിട്ടുണ്ട്. ഈ സ്വകാര്യ ബസ്സുകളുടെ ഇത്തരത്തിലുള്ള ഈ ഒരു മരണപ്പാച്ചിൽ വലിയ രീതിയിലുള്ള അപകടങ്ങൾ മുൻപും വരുത്തി വെച്ചിട്ടുണ്ട്. ഇന്നും അത് തന്നെ സംഭവിച്ചു എന്നുള്ളതാണ് ടോം. ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് കേസെടുത്തിട്ടുണ്ട്. വാഹനം ഇപ്പോൾ കസ്റ്റഡിയിലുണ്ട്. ഈ സ്വകാര്യ വാഹനം കസ്റ്റഡിയിലാണ്. പ്രദേശവാസികളിൽ നിന്നും വലിയ രീതിയിലുള്ള വിമർശനം ഉയർന്നു വരുന്നുണ്ട്. തീർച്ചയായും വിനീഷ്, ഇത് കൊല്ലത്തെ മാത്രം ഒരു കാഴ്ചയല്ല. കേരളത്തിൽ എവിടെ നോക്കിയാലും ഈ രീതിയിൽ സ്വകാര്യ ബസ്സുകൾ പൊതുനിരത്തിലൂടെ ചീറിപ്പാഞ്ഞു പോകുന്ന കാഴ്ചകൾ കാണാൻ കഴിയും. പലപ്പോഴും അതിൽ ഇരകളാകപ്പെടുന്നത് സാധാരണക്കാരായ ഇരുചക്ര വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്ന ആളുകളായിരിക്കും. കഴിഞ്ഞ ദിവസം പോലും കൊച്ചിയിൽ ഈ സ്വകാര്യ ബസ് ജീവനക്കാർക്ക് ഗതാഗത വകുപ്പ് മന്ത്രി കൃത്യമായ മുന്നറിയിപ്പ് നൽകിയതാണ്. കാരണം ഇവിടെയൊന്നും മോട്ടോർ വാഹന വകുപ്പിന്റെ പരിശോധന നടത്താൻ പോലും സ്വകാര്യ ബസ്സുകൾ അനുവദിക്കില്ല. അങ്ങനെ പരിശോധന നടന്നാൽ, അതായത് അമിത വേഗമോ ഇവർ ലഹരി ഉപയോഗിക്കുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പരിശോധിക്കാൻ വേണ്ടി മോട്ടോർ വാഹന വകുപ്പ് രംഗത്തിറങ്ങിയാൽ അവരെ തടയുന്നല്ല, അവർക്കെതിരെ പ്രതിഷേധിക്കുന്ന സ്വകാര്യ ബസ് ജീവനക്കാരെ, ഉടമകളെ കാണാൻ കഴിയും. സമാനമായൊരു അവസ്ഥ തന്നെയാണോ ഈ കൊല്ലം തേവലക്കര ഉൾപ്പെടുന്ന പ്രദേശങ്ങളിലും? കാരണം പോലീസിന്റെ അല്ലെങ്കിൽ മോട്ടോർ വാഹന വകുപ്പിന്റെ പരിശോധനയില്ലേ, ഈ പരിശോധന നടത്തിയാലും അതിനെതിരെ സമരം ചെയ്യുന്ന ഒരു പ്രവണതയാണോ ഇവരുടേത്?
തീർച്ചയായും ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ സംസ്ഥാനമൊട്ടാകെയുള്ള ഈ ഒരു വിഷയം കൊല്ലം തേവലക്കരയിലും പ്രതിഫലിക്കുന്നുണ്ട് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം ഇവരുടെ ഈ ഒരു മരണപ്പാച്ചിൽ നിരവധി ജീവനുകൾ പൊലിഞ്ഞിട്ടുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ പോലീസ് കേസെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നിരവധി അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇരുചക്ര വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നു. അതുപോലെ തന്നെ ഈ സ്കൂളിൽ പോകുന്ന കുട്ടികളെ വാഹനം ഇടിച്ചു തെറിപ്പിക്കുന്നു. അതുപോലെ തന്നെ KSRTC വാഹനങ്ങളും ഈ റൂട്ടിൽ സർവീസ് നടത്തുന്നുണ്ട്. ഈ വാഹനങ്ങളെ മറികടന്ന് പെട്ടെന്ന് എത്തുക, കൂടുതൽ കളക്ഷൻ നേടുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ഈ പ്രൈവറ്റ് വാഹനങ്ങൾ അധികവും ഇത്തരത്തിലുള്ള ഈ ഒരു മത്സര ഓട്ടത്തിന് തയ്യാറാകുന്നത്. കാരണം ഇവരുടെ ഒരു ടൈറ്റ് ഷെഡ്യൂളുകൾ ഇത്തരത്തിലുള്ള അപകടങ്ങളിലേക്ക് വഴിവെക്കുന്നുണ്ട്. കാരണം മിനിറ്റുകളുടെ വ്യത്യാസത്തിൽ വാഹനം വൈകുകയാണെങ്കിൽ മറ്റ് സ്വകാര്യ വാഹനങ്ങളിൽ നിന്നും ഡ്രൈവർമാരിൽ നിന്നും അസഭ്യം ഉണ്ടാകുന്നു. അങ്ങനെ അവർ തമ്മിൽ ഉള്ള സംഘർഷങ്ങളെല്ലാം മുൻപ് ഉണ്ടായിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുള്ള കേസുകളെല്ലാം നിലനിൽക്കുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ ഇന്നും അത് സമാനമായ ഒരു സംഭവം, ഈ അമിത വേഗതയിൽ വാഹനങ്ങൾ എത്തുന്നു. ഇതുമായി ബന്ധപ്പെട്ട് കടുത്ത ഒരു നിയമം ഉണ്ടായെങ്കിൽ മതിയാകുള്ളൂ. കാരണം ഗതാഗത വകുപ്പ് മന്ത്രിയുടെ ശ്രദ്ധയിലെല്ലാം ഈ സംഭവം പെട്ടതാണ്. ഇതെല്ലാം ചർച്ചയ്ക്ക് വന്ന കാര്യവുമാണ്. പക്ഷെ എന്നാലും ഇത് വീണ്ടും ആവർത്തിക്കുന്നു എന്നുള്ളതാണ് ടോം നമ്മൾ സൂചിപ്പിക്കാനുള്ളത്. ഇത് ഇന്ന് രാവിലെ 8 മണിക്ക് നടന്ന ഒരു സംഭവമാണ്. ശരിക്കും ആ വീട്ടിൽ ആകെ ഒരു അത്താണിയാണ് ഇപ്പോൾ മരണപ്പെട്ടത്. അദ്ദേഹത്തിന്റെ ഒരു വിയോഗം വലിയ ഒരു തീരാനഷ്ടമാണ്. കാരണം രാവിലെ നമുക്കറിയാം ജോലിക്കായിട്ട് പോയതാണ്, കൺസ്ട്രക്ഷൻ ജോലിയാണ്. അപ്പോൾ മേസ്ത്രി ആണ് വാഹനം ഓടിച്ചിരുന്നത്. അയാളുടെ സഹായിയായിട്ടാണ് ഇദ്ദേഹം ജോലി ചെയ്തിരുന്നത്. എന്തായാലും അയാളുടെ ഒരു വിയോഗം വീട്ടിനും നാട്ടുകാർക്കും താങ്ങാവിനപ്പുറം ആവുന്നു. കാരണം നമുക്ക് ദൃശ്യങ്ങൾ തന്നെ കാണാം. 2 കുട്ടികൾ, സ്കൂളിൽ പോകുന്ന 2 കുട്ടികൾ കാണുന്നുണ്ട്. ഈ വാഹനം ഇടിച്ച് ഇയാൾ കിടക്കുന്നത് കാണുന്നുണ്ട്. പക്ഷേ അവർക്ക് അങ്ങോട്ട് അടുത്തോട്ട് പോകാൻ പോലും കഴിയുന്നില്ല. കാരണം രക്തത്തിൽ കുളിച്ച് കിടക്കുന്ന സാഹചര്യമാണ്. അങ്ങനെയൊക്കെ കാണേണ്ടി വരുന്നു എന്നുള്ളതാണ്. രാവിലെ ഇത്തരം ഇവരുടെ ഈ സ്വകാര്യ ബസ്സുകളുടെ ഒരു മത്സരയോട്ടം ശരിക്കും വലിയൊരു ആപത്തിലേക്ക് തന്നെയാണ് വീണ്ടും വഴിവെക്കുന്നത്. വ്യക്തമാണ്. വിനീഷാണ് കൊല്ലത്ത് നിന്നും വിവരങ്ങൾ നൽകിയത്. മൂവാറ്റുപുഴയിൽ ശംഷാബാദ് രൂപത ബിഷപ്പ് മാർ ജോസഫ് കൊല്ലംപറമ്പിലിന്റെ കാർ അടിച്ചു തകർത്ത സംഭവം ആസൂത്രിതമാണ്. കേസിൽ അപകടമുണ്ടാക്കിയ ലോറി പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട്. പെരുമ്പാവൂരിൽ വെച്ച് ബിഷപ്പിന്റെ കാറും ലോറിയും കൂട്ടിമുട്ടിയതിന് പിന്നാലെ കാർ പിന്തുടർന്ന് ലോറിയിലെ ജീവനക്കാർ ആക്രമണം നടത്തുകയായിരുന്നു. തൊടുപുഴ സ്വദേശികളായ പ്രതികളെ തിരിച്ചറിഞ്ഞതായി പോലീസ് അറിയിച്ചു. വിവരങ്ങളുമായി ഡാനി പോൾ ചേരുന്നുണ്ട്. ഡാനി, കത്തോലിക്ക കോൺഗ്രസ് ഒക്കെ ഇപ്പോൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ഇത് ആസൂത്രിതമായ ഒരു ആക്രമണമാണോ എന്ന് പോലും സംശയമുണ്ടെന്ന് അങ്ങനെ കരുതുന്നു. അതോ ഒരു കരുതിക്കൂട്ടിയുള്ള ഈ രീതിയിൽ പൊതുനിരത്തിൽ 2 വാഹനങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടിയതിന്റെ പ്രതികാരമായി നടത്തിയ ഒരാക്രമണം എന്നാണോ മനസ്സിലാക്കേണ്ടത്? ടോം, ഇന്നലെ രാത്രിയാണ് ആ സംഭവം ഉണ്ടാകുന്നത്. അതിനുശേഷം പോലീസ് അന്വേഷണം തുടരുന്നുണ്ട്. ഇതിനിടയിൽ ഒപ്പം തന്നെ ഇതിൽ ഒരു കരുതിക്കൂട്ടിയുള്ള ഒരു ആക്രമണമാണ് നടന്നതെന്ന ഭാഗമായിട്ട് കത്തോലിക്ക കോൺഗ്രസ് അടക്കം പ്രതിഷേധവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. എന്തായാലും പോലീസ് ഇക്കാര്യത്തിൽ അന്വേഷണം നടത്തുകയാണ്. ഇന്നലെ രാത്രി ഉണ്ടായ അപകടം ഈ വാഹനം തട്ടിയ ശേഷം അവർ വിടാതെ പിന്തുടർന്നു എന്നതാണ് പറയുന്നത്. അക്കാര്യത്തിലാണ് പോലീസ് ഒരു സംശയം നൽകുന്നത്. അങ്ങനെ പിന്തുടർന്ന് വന്ന വാഹനം തടയുക, അതിനകത്ത് സഞ്ചരിക്കുന്ന ആൾ വളരെ വ്യക്തമായിട്ട് ബിഷപ്പാണ് എന്ന് മനസ്സിലാക്കുക. കാരണം സാധാരണഗതിയിൽ ബിഷപ്പ്മാർ അവരൊരു ഔദ്യോഗിക സ്ഥാനിക ചിഹ്നങ്ങളെല്ലാം തന്നെ അണിഞ്ഞ് പോകുന്ന, അതാണ് അവരൊരു രീതി എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു തിരിച്ചറിവിൽ പോലും ഒരു സഭാ മേലധ്യക്ഷനെതിരെ ഈ രീതിയിലൊരു അതിക്രമം നടത്തുന്ന, അവർക്ക് കാറിന് നേരെ ആക്രമണം നടത്തുന്നതെല്ലാം പരിശോധിക്കപ്പെടേണ്ടതാണ്. അപ്പോൾ അതിൽ ഏതെങ്കിലും രീതിയിലുള്ള ഒരു ആസൂത്രണം ഉണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളാണ് പോലീസ് പരിശോധിക്കുന്നത്. ഇതിലിപ്പോൾ കത്തോലിക്ക കോൺഗ്രസ് അടക്കം ഇതിൽ പ്രതികരണവുമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ പ്രതികളെ തിരിച്ചറിഞ്ഞതായിട്ട് പോലീസ് പറയുന്നുണ്ട്. ആരാണ് അതിലുണ്ടായിരുന്ന അപകടമുണ്ടാക്കിയ ലോറി പോലീസ് പിടിച്ചെടുത്തിരുന്നു. അപ്പോൾ അതിലുണ്ടായിരുന്ന ഡ്രൈവറും ക്ലീനറെയും പോലീസ് വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. തൊടുപുഴ സ്വദേശികളാണ് എന്നത് പോലീസ് പറയുകയും ചെയ്തു. ഇന്നലെ രാത്രിയാണ് ശംഷാദ് രൂപത ബിഷപ്പ് മാർ ജോസഫ് കൊല്ലംപറമ്പിലിന്റെ കാറിന് നേരെ ആക്രമണം ഉണ്ടാകുന്നത്. ഇതിലിപ്പോൾ പ്രതികരണവുമായിട്ട് വന്നിട്ടുള്ള കത്തോലിക്ക കോൺഗ്രസ് പ്രതികരണവുമായിട്ട് വന്നിട്ടുണ്ട്. ഇത് കരുതിക്കൂട്ടിയുള്ള ഒരു ആക്രമണമാണ്, ഇതിനെ ശക്തമായി അപലപിക്കുന്നുവെന്ന് ഡയറക്ടർ ഫാദർ ഫിലിപ്പ് കബീൽ പറയുകയുണ്ടായിട്ടുണ്ട്. മതസൗഹാർദ്ദത്തെയും സമൂഹത്തിന്റെ ശാന്തിയും വെല്ലുവിളിക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ള ഭീകര പ്രവൃത്തിയാണോ എന്ന്
സംശയിക്കേണ്ടിയിരിക്കുന്നു എന്നതും അദ്ദേഹത്തിന്റെ ഒരു പ്രസ്താവനയിലടക്കം ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം മതസമുദായ നേതാക്കളുടെ സുരക്ഷ ഉറപ്പാക്കുന്നത് അതാണ് ഡാനി ഇവിടെ ഒരു ആശങ്കപ്പെടുത്തിയ കാര്യം. അതാണ് ഒരു മതപുരോഹിതനാണ് വാഹനത്തിനുള്ളിലുള്ളതെന്നും അറിഞ്ഞിട്ടും, അതായത് ഒരു ബിഷപ്പാണെന്ന് പറഞ്ഞിട്ട് പോലും ഈ രീതിയിലുള്ള ആക്രമണം ഉണ്ടായി. ഒരു സാമൂഹ്യ വിരുദ്ധരായിരിക്കാം ഈ വാഹനം, ബിഷപ്പിന്റെ വാഹനം തല്ലി തകർത്തതെന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. പ്രതികളെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്, തൊടുപുഴ സ്വദേശികളാണെന്ന് പോലീസ് പറയുന്നു. അങ്ങനെയെങ്കിൽ ഉടൻ തന്നെ അറസ്റ്റ് ഉണ്ടാകുമോ? അറസ്റ്റുള്ള സാധ്യത ഉടൻ തന്നെ ഉണ്ട് എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. കാരണം പോലീസ് ഈ വാഹനം പോലീസിനെ പിടികൂടാൻ സാധിച്ചു. അതിനകത്തുണ്ടായിരുന്ന രണ്ടുപേരും അതിക്രമത്തിന് നേതൃത്വം നൽകിയതാണ്, ഡ്രൈവറും ക്ലീനറും. ഇവരെ കുറിച്ചുള്ള വിശദാംശങ്ങൾ, ഫോൺ നമ്പർ അടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ പോലീസ് ലഭ്യമാക്കിയിട്ടുണ്ട്. നിലവിൽ അവരെ ഒളിവിൽ ഇതറിയതിനു ശേഷം ഇവർ ഒളിവിൽ പോയിരിക്കുകയാണ്. അവരെ കുറിച്ചുള്ള വിവരങ്ങൾ പോലീസ് ശേഖരിക്കുകയും ഒപ്പം ഇതിന്റെ മൊബൈൽ സംവിധാനങ്ങൾ പരിശോധിക്കുകയും എല്ലാം തന്നെ ചെയ്യുന്നുണ്ട്. വൈകാതെ തന്നെ ഇന്ന് തന്നെ അതിന്റെ ഒരു തുടർ നടപടികൾ, അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പ്രത്യേകിച്ച് ഈ ഒരു കാര്യത്തിൽ വലിയ രീതിയിലുള്ളൊരു ദുരൂഹത നിലനിൽക്കുന്നു എന്ന ഒരു കത്തോലിക്ക കോൺഗ്രസ് അടക്കം ആരോപിക്കുന്ന ഒരു വിഭാഗം, വലിയ വിഭാഗം പേർ അതിൽ പ്രതിഷേധവുമായിട്ട് വരികയും എല്ലാം തന്നെ ചെയ്യുന്നൊരു സാഹചര്യമുണ്ട്. പ്രത്യേകിച്ച് അദ്ദേഹം ഒരു മതമേലധ്യക്ഷനാണ്, ആദരിക്കപ്പെടുന്ന ഒരു വ്യക്തിത്വമാണ്. ഇതിന്റെ ഇവർക്ക് നേരെ കരുതിക്കൂട്ടിയുള്ള ഒരു അതിക്രമം നടന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ പോലീസ് വളരെ കാര്യക്ഷമമായിട്ടാണ് ഇത് അന്വേഷിക്കുകയും ചെയ്യുന്നത്. ഇന്നത്തോടുകൂടി ഈ പ്രതികളിലേക്ക് എത്തിച്ചെല്ലാനായിട്ട് സാധിക്കുമെന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. ടോം, ഡാനി, ശംഷാബാദ് രൂപതയുടെ സഹായമെത്രാനാണ് ബിഷപ്പ് മാർ ജോസഫ് കൊല്ലം പറമ്പിൽ. അദ്ദേഹം പാലാ സ്വദേശിയാണ്. ഒരു സ്വകാര്യ ചടങ്ങിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയാണ് പാലായിലേക്ക് വന്നത്. അതായത് പാലാ രൂപതയുടെ പാലാ ബിഷപ്പ് ഹൗസിലെ വാഹനമായിരുന്നു അദ്ദേഹത്തിന് കൊണ്ടുവരാൻ വേണ്ടി, എറണാകുളത്തു നിന്ന് അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുവരാൻ പറഞ്ഞയച്ചത്. ആ വാഹനമാണ് തല്ലി തകർത്തത്. പക്ഷെ തുടക്കത്തിൽ മറ്റു കേസോ പരാതികളോ വേണ്ട എന്ന നിലപാടിലായിരുന്നു ബിഷപ്പ്. പക്ഷേ സംഭവത്തിന്റെ ഗൗരവം ഇതല്ല. കാരണം ഒരു മതപുരോഹിതന് മേൽ പോലും ഈ രീതിയിൽ ആക്രമണം ഉണ്ടാകുമ്പോൾ അതിനെ ഗൗരവത്തോടെ കാണണം, പരാതി നൽകണം എന്ന് സഭാ നേതൃത്വം തീരുമാനിക്കുകയായിരുന്നു. അതിനുശേഷം പരാതി നൽകുകയായിരുന്നു. നേരത്തെ കത്തോലിക്ക കോൺഗ്രസിന്റെ ഗ്ലോബൽ ഡയറക്ടർ സൂചിപ്പിച്ചതുപോലെ, ഫാദർ ഫിലിപ്പ് കബീർ സൂചിപ്പിച്ചതുപോലെ, ഒരു മതസൗഹാർദ്ദം പോലും തകർക്കുന്ന രീതിയിലുള്ള ഒരു പ്രവണതയാണിത്. ശക്തമായ നടപടി ആവശ്യമല്ലേ? തീർച്ചയായും ശക്തമായ ഒരു നടപടി ഇക്കാര്യത്തിൽ ആവശ്യമാണ്. അതിൽ സംശയമൊന്നുമില്ല. കാരണം ഈ രീതിയിൽ ഒരു മതമേലധ്യക്ഷൻ പൊതുനിരത്തിൽ ആക്രമിക്കപ്പെടുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടാവുന്നത്. കേരളത്തിലെ വലിയ രീതിയിൽ ക്രമസമാധാന പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെയില്ല എന്നതെല്ലാം തന്നെ പറയപ്പെടുന്ന സമയത്ത് തന്നെയാണ് ഈ രീതിയിലുള്ള ഒരു ആക്രമണം ഒരു പൊതുനിരത്തിൽ ഒരു മതമേലധ്യക്ഷന് നേരെ തന്നെ ഉണ്ടാവുന്നത്. അത് പിന്തുടർന്നെത്തി അതിക്രമിക്കുക എന്ന് പറയുന്ന രീതിയിലേക്കെല്ലാം തന്നെ കാര്യങ്ങൾ പോകുന്നു. ആ രീതിയിൽ വന്ന് പുറകെ വന്നുകൊണ്ട് അത് ഒരിക്കലും നമ്മൾക്ക് ലാഘവത്തോടെ കാണാനായിട്ട് സാധിക്കുകയില്ല. പിന്തുടർന്നെത്തുക, അതിനുശേഷം വാഹനം നിർത്തിയിടിപ്പിച്ച വാഹനത്തിൽ ഉണ്ടായിരുന്നത് ആരെന്ന് തിരിച്ചറിഞ്ഞിട്ടും അതിൽ അതിക്രമം നടത്തുക, വെല്ലുവിളി നടത്തുക, തുടർന്ന് അവർ മടങ്ങുക എന്ന രീതിയിലേക്കെല്ലാം തന്നെ വരുമ്പോൾ ആ രീതിയിലേക്കുള്ളൊരു കാര്യത്തിലേക്ക് വരുമ്പോൾ തീർച്ചയായും അതിൽ അന്വേഷണം നടത്തേണ്ടതുണ്ട്, ക്രമസമാധാനം ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അതിൽ പരാതികളില്ല എന്ന് പറയുമ്പോൾ പോലും അതിനെ ആ രീതിയിലല്ല കാണേണ്ടത്. അതിന് മറ്റു സാമൂഹിക വശം കൂടിയുണ്ട്. ഒരു ക്രമസമാധാന പ്രശ്നമാണ്. അത് തീർച്ചയായും അത്തരം ഭീഷണികൾ നേരിടുന്ന ഒരു സമയത്ത് അത് ചോദ്യം ചെയ്യപ്പെടേണ്ടത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് അതിൽ പരാതിയുമായി മുന്നോട്ട് പോകാനുള്ള ഒരു തീരുമാനം ഉണ്ടാകുന്നത്. എന്നാലും പോലീസ് ഇതിൽ കാര്യമായ രീതിയിൽ തന്നെ അന്വേഷണം നടത്തും. അതുകൊണ്ടാണ് വാഹനം ആരുടേതെന്ന് എത്തുന്നതെല്ലാം തന്നെ മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്. ഇനിയിപ്പോൾ അവർക്ക് വേണ്ടിയുള്ള ഒരു അന്വേഷണം ഒരു ഭാഗത്ത് തന്നെ തുടരുകയാണ്. വൈകാതെ പ്രതികളിലേക്ക് തന്നെ വൈകാതെ തന്നെ എത്താൻ കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത്. മുസ്ലിം പുരുഷന്റെ രണ്ടാം വിവാഹം രജിസ്റ്റർ ചെയ്യാൻ ആദ്യ ഭാര്യയുടെ ഭാഗം കേൾക്കണമെന്ന സുപ്രധാന നിരീക്ഷണവുമായി ഹൈക്കോടതി. ആദ്യ ഭാര്യ രണ്ടാം വിവാഹത്തെ എതിർത്താൽ വിവാഹ രജിസ്ട്രേഷൻ അനുവദിക്കരുതെന്നും കോടതി നിർദ്ദേശം നൽകി. രണ്ടാം വിവാഹ രജിസ്ട്രേഷൻ നിഷേധിച്ച പഞ്ചായത്തിന്റെ നടപടിക്കെതിരെ കണ്ണൂർ സ്വദേശികൾ നൽകിയ ഹർജി തള്ളിയാണ് ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണന്റെ നിരീക്ഷണം. വിവരങ്ങളുമായി ആജ്ഞ രവീന്ദ്രൻ ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. ആജ്ഞ, സാധാരണ മുത്തലാഖ് ചൊല്ലി രണ്ടാം വിവാഹത്തിലേക്ക് കടക്കുന്ന രീതികളൊക്കെ നമ്മുടെ സമൂഹത്തിൽ കണ്ടുവരുന്നുണ്ട്. അതായത് തലാഖ് നിരോധനം ഉണ്ടായിട്ട് പോലും ഈ രീതിയിലുള്ള പ്രവണതകൾ ഇവിടെ എത്രത്തോളം സുപ്രധാനമാണ്
ഈ കേസുമായി ബന്ധപ്പെട്ട ഹൈക്കോടതിയുടെ നിരീക്ഷണം? ശരീഅത്ത് നിയമപ്രകാരമാണ് ഒരു മുസ്ലിം യുവാവിന് 2 വിവാഹം കഴിക്കും, 4 വിവാഹം കഴിക്കാമെന്ന് തന്നെയാണ് നിയമം അങ്ങനെയാണ് അനുശാസിക്കുന്നത്. 4 വിവാഹം വരെ കഴിക്കാം എന്നുള്ളതാണ്. അതേസമയം അത്തരം സാഹചര്യങ്ങളിൽ കണക്കിലെടുക്കുമ്പോൾ പലപ്പോഴും മുസ്ലിം യുവാക്കൾക്ക് പലർക്കും 2 വിവാഹം കഴിക്കേണ്ടുന്ന സാഹചര്യം ഉണ്ടാകാറുണ്ട്. അത് ഈ രണ്ടാമത്തെ വിവാഹം എന്ന് പറയുന്നത് രജിസ്റ്റർ ചെയ്യുന്ന സാഹചര്യത്തിൽ, അതായത് 2008 സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം രണ്ടാമത്തെ വിവാഹം രജിസ്റ്റർ ചെയ്യുമ്പോൾ ആദ്യ ഭാര്യയെ കേൾക്കണമെന്ന് തന്നെയാണ് കോടതി ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണന്റെ ബെഞ്ചാണ് കോടതി മുന്നോട്ട് വെച്ചത്. ആ ഒരു നിർദ്ദേശമാണ്. ആദ്യ ഭാര്യയുടെ മാനസിക ബുദ്ധിമുട്ടുകൾ പരിഗണിക്കാതെ, അത് കണ്ടില്ലെന്ന് നടിക്കാതെ പോകാനാകില്ല. അതുകൊണ്ട് തന്നെ ആദ്യ ഭാര്യയെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അവരുടെ ആവശ്യങ്ങളും അവരെ കേൾക്കണം, പ്രധാനമായും അവരെ കേൾക്കണമെന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. ആദ്യ ഭാര്യയ്ക്ക് വിയോജിപ്പുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വിവാഹം രജിസ്റ്റർ ചെയ്യാൻ വിയോജിപ്പുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് അത് കോടതിയിലേക്ക് വിടുക എന്ന് തന്നെയാണ്, കോടതിയുടെ മുന്നിലേക്ക് വിടുക. എന്നാൽ രജിസ്ട്രാർക്ക് അതിൽ നടപടികൾ എടുക്കാനാകില്ല എന്നുള്ള സുപ്രധാന വിധിയാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. ശരീഅത്ത് ലോ പ്രകാരം ഉള്ള വിവാഹം നടക്കാം, വിവാഹങ്ങൾ നടക്കുന്നതിൽ തെറ്റില്ല. പ്രത്യേകിച്ചും രാജ്യത്ത് ഇവിടെ ഇന്ത്യൻ നിയമപ്രകാരമുള്ള നിയമം അനുസരിച്ചിട്ട്, സ്പെഷ്യൽ മാരേജ് ആക്ട് അനുസരിച്ചിട്ട് വിവാഹം രജിസ്റ്റർ ചെയ്യാൻ കഴിയില്ല. അതേസമയം മതം ദിവ്യമാണ്, രണ്ടാമത്തെ കാര്യമാണ് മതം. അതേസമയം ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് ഇന്ത്യൻ നിയമ സംഹിത അനുസരിക്കുക എന്നുള്ളതാണ്. അതനുസരിച്ച് നടക്കില്ല എന്ന് തന്നെയാണ് കോടതി മുന്നോട്ട് വയ്ക്കുന്ന നിർദ്ദേശവും അത് തന്നെയാണ്. ഇതൊരു മതേതര രാജ്യമാണ്. അത് മാത്രമല്ല, മതം എന്ന് പറയുന്ന ഫാക്ടർ എപ്പോഴും ഇത്തരം കാര്യങ്ങളിൽ ഇന്ത്യൻ പൗരൻ എന്നുള്ള നിലയിൽ മതം എന്നുള്ള ഫാക്ടർ രണ്ടാമതാണ് വരിക. അത് ദ്വിതീയമായ കാര്യമാണ്. മതത്തിൽ അനുശാസിക്കുന്ന വിവാഹം വേണമെങ്കിൽ കഴിക്കാം, പക്ഷെ അത് രജിസ്റ്റർ ചെയ്യണമെന്ന് നിർബന്ധം പിടിക്കുമ്പോൾ അത് ആദ്യത്തെ ഭാര്യയുടെ കൺസെന്റോട് കൂടി മാത്രമേ വിവാഹം കഴിക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ്. നിയമപരമായി വിവാഹമോചനം നേടിയ ശേഷം മാത്രമേ രണ്ടാം വിവാഹം കഴിക്കാൻ കഴിയുകയുള്ളൂ എന്ന് തന്നെയല്ലേ കോടതി ഉദ്ദേശിക്കുന്നത്? തീർച്ചയായിട്ടും ടോം. കാരണം ഈ മുസ്ലിം സ്ത്രീകളെ സംബന്ധിച്ചിട്ട് നമുക്കറിയാം, നേരത്തെ തുലാഖ് വിഷയവുമായി ബന്ധപ്പെട്ടുണ്ടായ സാഹചര്യങ്ങളൊക്കെ അറിയാം. പ്രത്യേകിച്ച് ഒരു മുസ്ലിം സ്ത്രീയെ മൊഴി ചൊല്ലുക എന്നുള്ള ഒരു സാഹചര്യത്തിലേക്ക് വരുമ്പോൾ 1-ാം തുലാഖ്, 2-ാം തുലാഖ്, 3-ാം തുലാഖ്, അല്ലെങ്കിൽ മുത്തലാഖ് ചൊല്ലി ഒഴിവാക്കുക എന്നുള്ള രീതിയാണ് മുസ്ലിം നിയമം അനുസരിച്ച്, ശരീഅത്ത് നിയമം അനുസരിച്ച് പാലിച്ചു വരുന്നത് അങ്ങനെയാണ്. പക്ഷേ അതിലും വ്യക്തതയുണ്ട്. കാരണം ഒരു യുദ്ധ കാലയളവുണ്ട്. ഒരു സ്ത്രീയുടെ 3 മെൻസ്ട്രൽ പീരീഡ് കഴിഞ്ഞ ശേഷം, ഒരു തുലാഖ് പറഞ്ഞ ശേഷം 3 മെൻസ്ട്രൽ പീരീഡ് കഴിഞ്ഞ ശേഷം, അതാണ് ഒരു യുദ്ധ എന്ന് പറയുന്ന കാലഘട്ടം. അതിനുശേഷം മാത്രമേ അടുത്ത തുലാഖ് പറയാൻ പാടുള്ളൂ. അതിനും ഈ അടുത്ത, അതായത് 2-ാം തുലാഖ് ചൊല്ലി 3-ാം തുലാഖിനും ഈ നിയമം പാലിക്കേണ്ടതുണ്ട്. പക്ഷേ അതൊന്നും ചെയ്യാതെ പലപ്പോഴും ലെറ്ററിലൂടെയോ അതല്ലെങ്കിൽ ഫോണിലൂടെയോ വിളിച്ച് ഞാൻ നിന്നെ തുലാഖ് ചൊല്ലുന്നു എന്ന് പറഞ്ഞു ഒഴിവാക്കി രണ്ടാമത്തെ വിവാഹത്തിലേക്ക് പോകുന്ന മുസ്ലിം പുരുഷന്മാർ ധാരാളമാണ്. അതിന്റെയൊക്കെ കോൺസിക്വൻസ് അനുഭവിക്കുന്ന മുസ്ലിം സ്ത്രീകളും ധാരാളമാണ്. പ്രത്യേകിച്ചും ശരീഅത്ത് നിയമം ഇത് പറയുന്നു എന്ന് പറയുമ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് പണ്ട് നമ്മൾ ഈ ഷാബാനു ബീഗം കേസ് ഇതിന് ഒരു പ്രധാനപ്പെട്ട, ഇന്ത്യയിലെ ഒരു പ്രധാനപ്പെട്ട സുപ്രധാന രാഷ്ട്രീയ ചർച്ചയായി, മത രാഷ്ട്രീയ ചർച്ചയായി മാറാനുള്ള സാഹചര്യത്തിലേക്ക് വന്നത് നമുക്കറിയാം. ജീവനാംശം ആവശ്യപ്പെട്ട ഒരു സ്ത്രീ കോടതിയിലെത്തുകയാണ്. അതേസമയം മുസ്ലിം സ്ത്രീകൾക്ക് ഈ മഹർ നൽകുന്നത് കൊണ്ട് ജീവനാംശം നൽകേണ്ടെന്ന സാഹചര്യമില്ല എന്നുള്ള നിയമത്തെ വെല്ലുവിളിച്ചുകൊണ്ടാണ് ഷാബാനു ബീഗം കോടതിയിലെത്തുന്ന ഒരു സാഹചര്യമുണ്ട്. തനിക്ക് ജീവനാംശം ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെ. അങ്ങനെ ഇന്ത്യയിലെ മുഴുവൻ പൗരന്മാർക്കും അനുശാസിക്കുന്ന ജീവനാംശത്തിന് മുസ്ലിം സ്ത്രീകളും അവകാശികളാണ് എന്നുള്ള നിയമം പാസാക്കപ്പെടുകയാണ്. പിന്നീട് അത് പിന്നെയും മാറ്റിയെഴുതുന്ന ഒരു യുദ്ധത്ത് കാലയളവിലേക്ക് തന്നെ എന്ന് മാറ്റിയെഴുതുന്ന സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ പോലും ഒരു മുസ്ലിം സ്ത്രീയുടെ ജീവനാംശത്തെ സംബന്ധിച്ചുള്ള പ്രധാനപ്പെട്ട ചോദ്യമായിരുന്നു അത്തരം ഒരു വലിയ സുപ്രധാനമായ ഒരു ചർച്ചയിലേക്കും വിധിയിലേക്കും. അതായത് ഇന്ത്യയുടെ നിയമമാണ് വലുത്, അതിനുശേഷമാണ് ഇന്ത്യയിലുള്ള ഓരോ മതത്തിന്റെയും നിയമങ്ങൾ പാലിക്കപ്പെടേണ്ടത് എന്നുള്ള കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള വിധി അന്നായിരുന്നു സുപ്രീം കോടതിയിൽ നിന്നും ഉണ്ടായിരുന്നത്. അത്തരത്തിലൊരു നിരീക്ഷണമാണ് ഈ ഒരു കേസിലും ഉണ്ടായിരിക്കുന്നത്. വളരെ സുപ്രധാനമായ നിരീക്ഷണമാണ് ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. മുസ്ലിം പുരുഷന്റെ 2ാം വിവാഹം രജിസ്റ്റർ ചെയ്യാൻ ആദ്യ ഭാര്യയുടെ ഭാഗം കേൾക്കണമെന്നാണ് നിർദ്ദേശം. പൂർണ്ണമാകുന്നു.